മൊസൈക്ക് ഇന്ത്യ. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. വളരെ സ്പെഷ്യൽ. ഞാൻ സ്പെഷ്യലിന് എംഫസൈസ് ചെയ്യാൻ കാരണം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗസ്റ്റാണ്. എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പാട്ടെഴുത്ത് രവി മേനോൻ എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. ജേർണലിസ്റ്റാണ്. നന്നായി എഴുതും, നന്നായി പാടും, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ രവി മേനോനാണ് ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റ്. രവി മേനോൻ്റെ പാട്ടെഴുത്തിനെ കുറിച്ചും സംഗീതത്തിൻ്റെ ലോകത്തിലെ പല മഹാരഥന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പത്തെക്കുറിച്ചും അവരുമൊക്കെ ആയിട്ടുള്ള ഇൻ്ററാക്ഷൻസിനെ കുറിച്ചുമൊക്കെ നമ്മളിൽ പലരും ധാരാളം കണ്ടും കേട്ടും വായിച്ചുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. രവി സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ വളരെ സജീവമാണ്. രവി മേനോൻ ഇപ്പോൾ മാതൃഭൂമിയുടെ സീനിയർ കണ്ടന്റ് സ്പെഷ്യലിസ്റ്റാണ്. രവിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും രവിക്ക് എങ്ങനെയാണ് പാട്ടിനോടും എഴുത്തിനോടുമൊക്കെ ഇങ്ങനെ ഒരു ആഭിമുഖ്യം വരാൻ ഇടയായ സാഹചര്യം എന്ത് എന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്താ? നമസ്കാരം. എത്ര കാലമായി കണ്ടിട്ട്, വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം. അതെ അതെ, 90കളുടെ തുടക്കത്തിലാണ് നമ്മൾ കോഴിക്കോട് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നത്. നളന്ദ ഹോട്ടലിൽ താമസം. ഞങ്ങളന്ന് ഹോട്ടൽ നളന്ദയിലായിരുന്നു ഞങ്ങൾ താമസം. ഞാനും രവി അടുത്തടുത്ത മുറികളിലായിരുന്നു. പകൽ സമയം ഞങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. രാത്രിയാണ് ഞങ്ങളുടെ എഡിറ്റോറിയൽ ഡ്യൂട്ടി തുടങ്ങുന്നത്. അങ്ങനെ പകൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്തു, പല ആളുകളെ കണ്ടു. അല്ലേ രവി? തീർച്ചയായും. മുല്ലശ്ശേരി. അതെ അതെ. ദേവാസുരത്തിന്റെ യഥാർത്ഥ ക്യാരക്ടറായിരുന്നു അദ്ദേഹം. മംഗലശ്ശേരി നീലകണ്ഠന്റെ ഒറിജിനൽ. അതെ. അദ്ദേഹത്തെ കുറിച്ച് ആദ്യമായിട്ട് എഴുതുന്നത് രാധാകൃഷ്ണനാണ്. പിന്നീട് എത്രയോ പേര് എഴുതി. അതെ, രവിയുടെ അമ്മാവനാണ് കേട്ടോ. രവി എങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ലോകത്തേക്ക് വന്നു? ചെറുപ്പം മുതലേ ഈ പാട്ട് രവിയുടെ ഒരു മനസ്സിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ രവിയോടൊപ്പം ഉണ്ടായിരുന്ന ഒന്നായിരുന്നു? പാട്ട് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ഒക്കെ ജീവിതത്തിൽ പാട്ടിന് വലിയൊരു പ്രാധാന്യം ഉണ്ടല്ലോ. പാട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വളരെ അപൂർവമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കുട്ടിക്കാലൊക്കെ ചെലവഴിച്ച് വയനാട്ടിലാണ്. ജനിച്ചത് മലപ്പുറം ജില്ലയിലാണ്, എടരിക്കോട് എന്ന സ്ഥലത്ത്. പക്ഷെ എനിക്കൊരു വയസ്സൊക്കെ ആകുമ്പോഴേക്ക് തന്നെ അമ്മയും അച്ഛനൊക്കെ, അച്ഛൻ അവിടെ ഒരു എസ്റ്റേറ്റിൽ മാനേജറായിരുന്നു. അപ്പോൾ ചുണ്ടേൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം മാത്രമല്ല, ഞാൻ വർഷങ്ങൾ എൻ്റെ യൗവനത്തിലേക്ക് പ്രവേശിച്ച ശേഷമാണ് അവിടെ നിന്ന് വിട്ടത്. അപ്പോൾ ഞങ്ങളുടെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, അച്ഛൻ മാനേജറായിട്ടുള്ള എസ്റ്റേറ്റ് ചുണ്ടയിൽ വളരെ റിമോട്ടായിട്ടുള്ളൊരു, അതായത് ടൗൺ, ചുണ്ട എന്ന് പറയുന്ന ടൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടുന്ന് ചായത്തോട്ടങ്ങളാണല്ലോ അവിടെ. അപ്പോൾ ഈ ചായത്തോട്ടത്തിൽ കൂടെ ഒരു 2.5 കിലോമീറ്റർ അകത്തേക്ക് പോകണം. വാഹനങ്ങളൊക്കെ ഒന്ന് കുറവാണ്. അപ്പോൾ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലം, ഒരു കാപ്പിത്തോട്ടാണ്. അതിൻ്റെ നടുക്കാണ് ഒരു എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സ്, പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു വീടാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാർഗവനിലമായിരുത്ത സ്ഥലമാണ്. ആളുകളെയൊക്കെ കാണണമെങ്കിലൊക്കെ വളരെ ദൂരത്തേക്ക് സഞ്ചരിക്കണം. അപ്പം അങ്ങനത്തെ ഒരു ഏകാന്തമായിട്ടുള്ളൊരു കുട്ടിക്കാലം. അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ അനിയൻ, അനിയത്തി, ഒരു ചെറിയ കുട്ടികളുണ്ട്. ഞങ്ങൾ 3 പേരാണ്. ഞങ്ങൾ 3 പേരും. അപ്പോൾ അവിടെ ഇങ്ങനെ താമസിക്കും. പിന്നെ അവിടെ ലിഷർ എന്നൊക്കെ പറയാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ റേഡിയോ എന്ന് പറയുന്ന ഒരു ലക്ഷറി ഉണ്ട്, ഒരു മാധ്യമം. അതെ, റേഡിയോ എന്ന് പറയുന്ന ലക്ഷറി. കാരണം ലൈസൻസ് വേണം റേഡിയോ. അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് റേഡിയോ. അപ്പൊ റേഡിയോ കേൾക്ക്. റേഡിയോയിൽ തന്നെ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോഴിക്കോട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സ്റ്റേഷൻ ട്യൂൺ ചെയ്തെടുക്കണമെങ്കിൽ. അപ്പൊ അന്ന് കോഴിക്കോട് ആകാശവാണി കിട്ടും, തിരുവനന്തപുരം ഇടയ്ക്ക് കിട്ടും, അല്ല ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ ചലച്ചിത്രഗാന പരിപാടി. പിന്നെ ചില ദിവസങ്ങളിൽ രാത്രിയിൽ ഈ തൊഴിലാളി മണ്ഡലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ന്യൂസിന്റെ കഴിഞ്ഞ ഉടനെയൊക്കെ ഇങ്ങനെ. ഈ പാട്ട് അന്ന് അമ്മയ്ക്ക് വലിയ ഇഷ്ടം. അമ്മ ഒരു ഭയങ്കര പാട്ട് പ്രേമിയാണ്. അമ്മ പാടും. അമ്മയ്ക്ക് അമ്മയുടെ ഒരു സ്റ്റൈലിൽ പാടും. ആദ്യമായിട്ട് ടേപ്പ് റെക്കോർഡർ വീട്ടിൽ കൊണ്ടുവന്ന എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ടേപ്പ് റെക്കോർഡർ ഇങ്ങനെ കിടത്തി വെക്കുന്ന ടേപ്പ് റെക്കോർഡറാണ്. അപ്പോൾ അന്ന് വലിയ സംഭവം. അതിൻ്റെ അതെ അതെ, കാസറ്റ് എന്ന് പറഞ്ഞ സാധനം ഇടുന്നു, അതിങ്ങനെ വട്ടത്തിൽ തിരിയുന്നുണ്ട്. അപ്പം അച്ഛൻ അതിങ്ങനെ കൊണ്ടുവന്നു. ഒരു VIP ആണല്ലോ സംഭവം. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അത് നിങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കണ്ടേ എന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും ശബ്ദമൊക്കെ ടേപ്പ് ചെയ്തു. എനിക്ക് മനസ്സിലായി ഈ ശബ്ദം വളരെ മോശം എന്നുള്ള കാര്യം നമ്മൾ വിചാരിച്ചിരിക്കും. അപ്പോൾ അന്ന് എല്ലാവരും പാട്ട് പാടാനുള്ളൊരു സ്വാതന്ത്ര്യം തന്നച്ഛൻ. അപ്പോൾ ഞങ്ങളൊക്കെ ഓരോ പാട്ട് പാടി. അപ്പോൾ എനിക്കന്ന്, ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു. അത് അന്നത്തെ വലിയ ഹിറ്റ് പാട്ടാണ്. അതാണ് ഞാൻ പാടിയത്.
അമ്മ പാടിയത് പൂർണ്ണേന്ദു മുഖിയോട് അമ്പലത്തിൽ. അമ്മയ്ക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടായിരുന്നു. എല്ലാവരുടെ ശബ്ദം അതെ അതെ വോയിസ് ടെസ്റ്റ് ഓഡിഷൻ നടത്തി. അതെ. പിൽക്കാലത്ത് ആ പാട്ടിനെ പറ്റി, ആ പാട്ടിന്റെ പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതി, പൂർണ്ണേന്ദു മുഖി എന്നുണ്ട് അമ്മേനെ. അപ്പൊ അന്ന് ഈ റെക്കോർഡ് ചെയ്യും. അപ്പൊ അങ്ങനെ പാട്ടിനോടുള്ള ഒരു ഇതുണ്ട്. പിന്നെ അമ്മ വൈകുന്നേരം ആയാല് റേഡിയോ കൊണ്ട് അടുക്കളയിലേക്ക് പോകും. അപ്പൊ അന്ന് സിലോൺ റേഡിയോ ആണ്, പ്രശസ്തമായിട്ടുള്ള റേഡിയോ ആണ്. അവിടുത്തെ RJ എന്ന് പറയാ വേണമെങ്കിൽ സരോജിനി ശിവലിംഗം. അപ്പൊ അവര് 3:30 ആകുമ്പോൾ അവരെത്തും റേഡിയോയില്. ഉടനെ അമ്മ റേഡിയോ ഒക്കെ എടുത്തിട്ട് അടുക്കളയിൽ പോകും. അപ്പൊ അടുക്കളയിൽ ഒരു തിണ്ടിന്റെ മുകളിൽ റേഡിയോ വെക്കും. ചിലപ്പോൾ അടുപ്പത്ത് നമ്മൾ ഈ അടുപ്പിന്റെ തൊട്ടടുത്ത് തന്നെ അവിടെ വെച്ചിട്ട് പാട്ട് കേട്ടിട്ട് ഇത്രയും വലിയ സോഫിസ്റ്റിക്കേറ്റഡ് അടുക്കളയൊന്നും അല്ല, ഒന്നുമില്ല. അമ്മ ഇങ്ങനെ ദോശ ഉണ്ടാക്കും, അതിന്റെ കൂടെ പാട്ട് കേൾക്കും. ഇപ്പൊ ഇവരിങ്ങനെ ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, അമ്മ ഈ ഇതിന്റെ ഇടയിൽ ഈ ഒരു പ്രാവശ്യം തീ പിടിച്ചു. അത് ഈ ലെതറിന്റെ ജാക്കറ്റ് ഇട്ട് റേഡിയോ ഉള്ളത്. ഇടയ്ക്ക് ഈ തീപ്പൊരി പറഞ്ഞിട്ട് റേഡിയോ അങ്ങനെ ബും കത്തിപ്പോയി. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയാണ്, അവരൊക്കെ അനിയത്തിയൊക്കെ വളരെ ചെറിയ കുട്ടിയാണ്. അപ്പൊ ഞങ്ങളും ജോലിക്കാരിയൊക്കെ ഉണ്ട് അവിടെ, അവർക്ക് ഞെട്ടി. അപ്പൊ അമ്മ പറയും, അയ്യേ മറ്റേ മാണിക്ക് വീണ മുഴുവൻ കേൾക്കാൻ പറ്റില്ല. റേഡിയോ പ്രശ്നമില്ല. അപ്പൊ അത്രയും ഒരു പാഷനേറ്റ് ആണ്. അന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പിൽക്കാലത്ത് സരോജിനി ശിവലിംഗത്തിന് ഞാൻ പോയി കണ്ടു, ഇന്റർവ്യൂ ചെയ്തു. അവരെ വീട്ടിൽ തന്നെ പോയി. അവരെ വീട്ടിൽ വലിയ അടുപ്പായിരുന്നു ഞങ്ങളെല്ലാവരും പോയിട്ട്. അപ്പൊ അവരോട് ഈ കഥ പറഞ്ഞപ്പോ അവര് പറയും, ഞാൻ ആലോചിച്ചിരുന്നില്ല ഇത്രയും ആളുകൾ ഈ എന്റെ ശബ്ദം. അവര് സിലോണിൽ നിന്നാണല്ലോ ഇത് ചെയ്യുന്നത്. അവർ വളരെ ഫേമസ് ആയിരുന്നു. അവർക്ക് അവരുടെ ഒരു കഥ ഞാൻ പറയാം. അപ്പൊ അവരുടെ വലിയൊരു ആഗ്രഹം, അത് എത്രയോ പേരെ അവർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ജാനകി, സുശീല, വാണിജ്യൻ. പക്ഷെ യേശുദാസിനെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. അപ്പൊ എന്നോട് ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, രവി ഇങ്ങനെ യേശുദാസിനെ എനിക്കൊന്ന് സംസാരിക്കണം എന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു പ്രാവശ്യം എന്തോ സിലോണിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയില്ല എന്ന്. ഞാൻ പറഞ്ഞു, ആ ചേച്ചി ഞാൻ നോക്കാമെന്ന്. അപ്പോൾ ഞാൻ ദാസേട്ടനെ വിളിച്ചു. ദാസേട്ടനെ വിളിച്ചപ്പോൾ എനിക്കറിയില്ലല്ലോ ഇങ്ങനെ സരോജിനി ശിവലിംഗം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഇങ്ങനെ ശ്രീലങ്ക റേഡിയോയിലാണ് സരോജിനി ശിവലിംഗം എന്ന് പറഞ്ഞൊരു ഒരു കോമ്പയർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ദാസേട്ടനെ പരിചയം. അപ്പോൾ നീ എന്തിനപ്പോൾ എന്നോട് പറയുന്നത്? എനിക്കറിയാലോ, എൻ്റെയൊക്കെ പാട്ട് അവിടെ ശ്രീലങ്ക റേഡിയോയിൽ വരുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നേ. അവിടെ വന്നു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. റേഡിയോ സിലോണിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ലേ. അപ്പൊ എനിക്കത് അറിയാതിരിക്കില്ലല്ലോ അവരെ. എനിക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു, വിളിക്കാൻ പറയുന്നു. അങ്ങനെ ഞാൻ നമ്പർ കൊടുത്തു. ഇവർ വിളിച്ച് കുറേ സംസാരിച്ചു. പിന്നെ എന്നെ വിളിച്ചിട്ട് സരോജിനി ചേച്ചി പറഞ്ഞു, ഭയങ്കര എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമായിരുന്നത്, ഏറ്റവും വലിയൊരു ആത്മസംതൃപ്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ കഥ അങ്ങനെ വീണ്ടും കുട്ടിക്കാലത്തേക്ക്. അപ്പൊ ആ കാലത്ത് ഈ വായന ഭയങ്കര, കാരണം നമ്മൾ വളരെ ഏകാന്തമായിട്ടുള്ള ഒരു ബാല്യമാണുള്ളത്. അപ്പോൾ അവിടെ അധികം ആളുകൾ കളിക്കാനൊന്നും അങ്ങനെ കുട്ടികളൊക്കെ വളരെ കുറച്ചാണ്. അവിടെയുള്ള തൊഴിലാളികളുടെ മക്കളൊക്കെ ഉള്ളൂ. ഇടയ്ക്ക് ഫുട്ബോളൊക്കെ കളിക്കുന്നില്ലാണ്. അപ്പോൾ പുസ്തകങ്ങൾ വലിയൊരു കൂട്ടായിരുന്നു ആ കാലത്ത്. അപ്പം അന്ന് വയനാട്ടിൽ മാതൃഭൂമി പത്രമൊക്കെ വരുന്നത് ഒരു 11 മണിയാവും. രാവിലെ എത്തില്ല, ചുരം കയറി വരണല്ലോ, കോഴിക്കോട് ദേശീയ വരണം. അപ്പോൾ ഒരു 11 മണിയൊക്കെയാവും വരാൻ. അപ്പോൾ ഈ പത്രം കാത്തിരിക്കുകയാണ്. നമ്മൾ ഉള്ള സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ കാത്തിരിക്കും, സ്കൂളുള്ള ദിവസമാണെങ്കിൽ വൈകിട്ട് വന്ന ശേഷം. അപ്പോൾ അന്നത്തെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്, സ്പോർട്സാണ് മെയിനായിട്ട്. അപ്പോൾ ഫുട്ബോളിനെ കുറിച്ച് വിംസി, അന്ന് മാതൃഭൂമിയുടെ ന്യൂസ് എഡിറ്ററായിരുന്നു, സ്പോർട്സ് റിപ്പോർട്ടറായിരുന്നു, വലിയ ഫേമസ് എന്താ പറയുക ഫയർ ബ്രാൻഡ് റിപ്പോർട്ടറായിരുന്നു. അസാധ്യ എഴുത്താണ്. എന്താ അറിയില്ല, ആ എഴുത്തിനോടായിരുന്നു എനിക്ക് ആദ്യത്തെ ഒരു ഫാസിനേഷൻ. കാരണം വെച്ചാൽ അതിൽ എന്തൊക്കെയോ മനുഷ്യനിങ്ങനെ ഹരം കൊള്ളിക്കുന്ന ഒരു ഭാഷ, വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയാണ്. പക്ഷെ അതാണ് എനിക്ക് തോന്നുന്നു ഈ ഫുട്ബോളിനോടും അതേപോലെ എഴുത്തിനോടുള്ള ഒരു സ്നേഹം ഉണ്ടാക്കിയത്. ഞാനിപ്പോഴും അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിനുണ്ടായിട്ടുള്ളൊരു ത്രില്ല് ഇപ്പോഴും എനിക്ക്, ഞാൻ അതുമാതിരി എഴുതുന്ന ഒരാളെ പിന്നെ കണ്ടില്ല. പോലെ ശരിയാണ്, വളരെ പോപ്പുലർ ആയിരുന്നു, വളരെ ക്രൂസൈഡറാണ്. പുള്ളിയുടെ ഭാഷയിലുള്ള ഒരു സർക്കാസം, പിന്നെ ഹ്യൂമർ, പിന്നെ അതിനകത്ത് ഫാക്ട്സ് ചെക്ക് ചെയ്തിട്ട് എഴുതുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ആ അക്ഷരങ്ങളുടെ മുകളിൽ കൂടെ വെറുതെ ഇങ്ങനെ കയ്യോടിച്ച് നോക്കും, ഇതിന് ജീവൻ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്രയും നമ്മൾ ചെറിയ പ്രായമല്ലേ, അത്രയും ഭയങ്കര എക്സൈറ്റ് ചെയ്തൊരു ഭാഷ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പാട്ടും സംഗീതവും സ്പോർട്സും ഇത് രണ്ടും ഒരു മത്തിക്കറിയും ഹലുവയും പോലെയാണ് എന്ന് തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും
അതിന് താളമുണ്ട്. ഇപ്പം ഭാഷ അല്ലെങ്കിൽ സ്പോർട്സ്, രവി ഇത് രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്തിരുന്നതാണ്. അതെ അതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ യോഹാൻ ക്രൈഫ് എന്നൊരു വലിയ ഫുട്ബോൾ പ്ലെയർ ഉണ്ട്, ഡച്ച് പ്ലെയർ, എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടതാരമായിരുന്നു. പക്ഷെ അദ്ദേഹം പന്തുമായിട്ട് ഇങ്ങനെ മുന്നേറുന്ന നമ്മൾ ടെലിവിഷനിലൊക്കെ കാണുമ്പോൾ അറിയാം, അതിൻ്റെ ഒരു മ്യൂസിക് ഉണ്ട്. ഫുട്ബോളിനുള്ള താളം ക്രിക്കറ്റിലില്ല. ക്രിക്കറ്റ് ഒരു സ്റ്റാൻഡിങ് ഗെയിമാണ്, നമ്മൾ ഫീൽഡ് അത് വെച്ചാൽ ഒരു ആക്ഷൻ അല്ല. ഫുട്ബോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗെയിമാണത്. പിന്നെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ മെസ്സി അല്ലെങ്കിൽ നെയ്മർ അല്ലെങ്കിൽ റൊണാൾഡോ, ഇവരുടെയൊക്കെ ഓരോ മോമെന്റിലും ഒരു താളമുണ്ട്. ആ താളമാണ് ആ ഗെയിമിനെ ഇത്രയും അട്രാക്റ്റീവായിട്ട് നിലനിർത്തുന്നത്. അതുകൊണ്ടായിരിക്കും അത് ഞാൻ കണ്ടെത്തിയൊരു സംഭവമാണ്. പക്ഷെ എന്നാലും എനിക്ക് ഫുട്ബോൾ ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ പേര് അച്ചടിച്ച് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു ആഗ്രഹം അതിന് ഇപ്പം എനിക്ക് ആലോചിക്ക് തോന്നുന്നു. കാരണം ബാക്കി എല്ലാ കാര്യത്തിലും ഞാനൊരു ആവറേജും ബിലോ ആവറേജും. ഇപ്പം കളിക്കാനാണെങ്കിൽ സ്പോർട്സിലൊന്നും അധികം പങ്കെടുക്കില്ല. കളിയെക്കുറിച്ച് എഴുതുകയൊക്കെ വായിക്കും, പക്ഷെ ഡ്രിൽ പീരീഡ് ആയാലും മരത്തിൻ്റെ അടിയിൽ പോയിരിക്കും. പിന്നെ അതുപോലെ പഠിത്തത്തിലാണെങ്കിൽ ആവറേജ്, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ സെക്കൻഡോ ഫസ്റ്റോ ഒക്കെ ഇടയ്ക്ക് ആയിട്ടുണ്ട്. പക്ഷെ അത്രയും മോശമായിരുന്നു, കുട്ടികളൊക്കെ പാവങ്ങൾ. എൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നുള്ളൂ. അതുമാതിരി അങ്ങനെ ഒരു ഫീൽഡിൽ തന്നെ എക്സൽ ചെയ്യുക അല്ലെങ്കിൽ എബവ് ആവറേജ് ആവാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്നു നമുക്ക് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം വരുമല്ലോ. അങ്ങനെ ആയിരിക്കണം തോന്നുന്നു എനിക്ക്. അങ്ങനെ എൻ്റെ പേരിങ്ങനെ അച്ചടിച്ച് കാണാനുള്ളൊരു മോഹം. കാരണം അന്ന് ഹൈസ്കൂളിലൊക്കെ എത്തി. അപ്പോൾ അന്നത്തെ കാലത്ത് സ്കൂളിൽ ഒരു മാഗസിൻ വരും, ക്രിസ്ത്യൻ മിഷണറി സ്കൂളാണ് ഞങ്ങളുടെ. അപ്പോൾ ബൈബിൾ കഥകളും അതുമാതിരത്തെ ചിത്രകഥകളൊക്കെ ആയിട്ട് സ്നേഹസേന എന്നിട്ട് കോട്ടയത്ത് നിന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതെ, കുമരനെല്ലൂർ. അപ്പൊ അത് 15 വയസ്സിന്റെ കഥകളാണ്. അതെ അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും 15 വയസ്സേ പറ്റുള്ളൂ. പക്ഷെ എനിക്കിഷ്ടം അതിങ്ങനെ ചെറിയ ചെറിയ കഥകളൊക്കെ. ചിത്രകഥയുണ്ട്, ബൈബിൾ കഥകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിലേക്കൊരു ലേഖനം അയച്ചു കൊടുത്തു നോക്കാം, പബ്ലിഷ് ചെയ്യാമെന്ന്. പക്ഷെ അയച്ചു കൊടുക്കാനുള്ള സംവിധാനമൊന്നുമില്ല, പൈസ ഇല്ലല്ലോ നമ്മളെ കയ്യിൽ. അപ്പം ഞാൻ എന്ത് വെച്ചാൽ അച്ഛൻ്റെ മേശയിൽ ഒരു കവറും എടുത്തു, സ്റ്റാമ്പും എടുത്തു, ഒട്ടിച്ചെടുത്തു. ശരിക്കും എത്ര സ്റ്റാമ്പ് ഒട്ടിക്കണോ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. ഉള്ള സ്റ്റാമ്പയിൽ വെച്ച് ഒട്ടിച്ചു. പിന്നെ ഞാൻ എന്ത് വെച്ചു, എൻ്റെ സബ്ജക്റ്റ് കണ്ടെത്തണം. അപ്പോൾ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് വയനാടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വയനാടിനെ പറ്റിയൊരു പ്രബന്ധമൊക്കെ എഴുതുന്നവർ വയനാട് പരവതാനി വിരിച്ച ചായത്തോട്ടങ്ങൾ, ചെമ്മൺ പാതകൾ എന്നൊക്കെ പറഞ്ഞ സാധനം എഴുതി. അതൊക്കെ എഴുതിയൊരു നോട്ട്ബുക്കിൽ 2-3 പേപ്പറൊക്കെ എടുത്ത് അതിൽ എഴുതി കുത്തിക്കെട്ടി ഈ കവറിലിട്ടു. എൻ്റെ അഡ്രസ്സ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എഡിറ്റർ സ്നേഹസേന. അത് എഴുതി പോസ്റ്റ് ചെയ്തു. വരുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് എങ്ങാനും അച്ചടിച്ച് വന്നാൽ ടീച്ചർമാരറിയും, അച്ഛനും അറിയും. അതുകൊണ്ട് പ്രശ്നമാവും. അത് എവിടെ നിന്ന് കിട്ടി, ഇതെങ്ങനെ അയച്ചെന്ന് വരും. അപ്പോൾ ഞാൻ എൻ്റെ അന്നത്തെ ബുദ്ധി ഉപയോഗിച്ചൊരു പണി ചെയ്തു. ഒരു തൂലിക നാമം കണ്ടെത്തി. ആദ്യത്തെ എഴുത്ത് അങ്ങനെ തൂലിക നാമം. അപ്പൊ അന്നത്തെ ഞാൻ പറഞ്ഞുതരാം. അന്നത്തെ കാലത്ത് ചില സ്ഥലപ്പേരൊക്കെ വെച്ചിട്ടില്ലേ, സുകുമാർ അഴീക്കോട്, ടാറ്റാപുരം സുകുമാരൻ്റെ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിന്റെ പേര് ശ്രീപുരം എന്നാണ്, സ്റ്റേറ്റിന്റെ പേര്. അപ്പൊ ശ്രീപുരം രവിന്ന് എന്തായാലും വെക്കാൻ പറ്റില്ല, പ്രശ്നമാവും. അപ്പൊ ഞാൻ ഒരു പേര് ആലോചിച്ച്, ഇപ്പൊ എങ്ങനെയാ ആ പേര് എനിക്ക് സ്ട്രൈക്ക് ചെയ്തറിയില്ല, സാജു ശ്രീപുരം. സാജു എവിടുന്ന് വന്നു? എന്റെ മുന്നിലിരിക്കുന്ന സാജു ശ്രീപുരമാണ്. സാജു ശ്രീപുരം എഴുതിയത് തുടക്കത്തിലെ സാജു ശ്രീപുരം. ഇപ്പൊ ഞാൻ ആലോചിച്ച എവിടുന്ന ഈ സാജു? എനിക്കൊന്ന് ഏതോ എന്റെ ക്ലാസ്സിൽ പഠിച്ച ഏതോ ഒരു കുട്ടിയുടെ പേരാണോ സംശയം. സാജു എന്തായാലും സാജു ശ്രീപുരം എന്ന് വെച്ച് കൊടുത്തു. കഷ്ടകാലത്തിന് പിറ്റത്തെ മാസം അടിച്ചു വന്നു. അടിച്ചതെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ അത് അവിടെ ഓഫീസിൽ വന്നു. അപ്പം ഞാൻ 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്നത്, 8ലോ 9ലോ മറ്റാണ്. അപ്പോൾ അവർക്ക് തുറന്നു നോക്കും, എന്താ കുട്ടികൾക്ക് വരുന്നത് നോക്കുമല്ലോ. സ്നേഹസേനയാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ആരോ അവിടെ നോക്കിയപ്പോൾ വയനാടിനെ പറ്റി ലേഖനമുണ്ട്. എനിക്കാണല്ലോ വന്നിരിക്കുന്നത് കോപ്പി. എഴുതിയിരിക്കുന്ന സാജു ശ്രീപുരം ഞാനും ഒരാളാണെന്ന് ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കി അവർ ഹെഡ് മാഷ്ക്ക് കൊടുത്തു. അപ്പോൾ ഹെഡ് മാഷ് വന്നു, ഫാദർ മാക്സ്വൽ നൊറോണ ഹെഡ് ഫാദറാണ്. പിന്നെ കോഴിക്കോട് ബിഷപ്പ് KAB. ഭയങ്കര സീരിയസ് മനുഷ്യനാണ്, നല്ല ആളാണ്, നല്ല മാഷാണ്. പക്ഷെ പേടിയല്ലായിരുന്നു. ഒരു വടിയൊക്കെ ആയിട്ടാണ് പറഞ്ഞു. വടിയൊക്കെ ആയിട്ട് വരും, അടിക്കൊന്നുമില്ല. അപ്പോൾ വന്ന ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് ചോദിച്ചു, പിന്നെ ആരാ സാജു ശ്രീപുരം ചോദിച്ചു. അപ്പം ഞാൻ മെല്ലെ, എനിക്കാണെങ്കിൽ പിടികിട്ടി, ഞാനല്ലാതെ വേറെ ആരും ഇവിടെ എഴുന്നേക്കില്ലല്ലോ. അവസാനം ഞാൻ എൻ്റെ ധൈര്യമൊക്കെ സംഭരിച്ച് എഴുന്നേറ്റ് വന്നു.
ആ ഓഫീസിൽ വരണം ക്ലാസ് കഴിഞ്ഞിട്ട് അടി ഉറപ്പാണെന്ന് വിചാരിച്ചു. കാരണം ഇത് മോഷണം, ഇത് അച്ഛനും അറിയാൻ പോകുന്ന അടി കിട്ടും, ഹെഡ് മാസ്റ്റർ അടിയും കൊള്ളും, 2 അടി കിട്ടുന്നു. അപ്പോൾ ചെന്നപ്പോൾ ഇത് നീയാണോ എഴുതിയത്, നീ തന്നെയാണോ എഴുതിയത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ്. വേറെ എവിടുന്ന് പകർത്തി എഴുതിയല്ലേ? അല്ല. പിന്നെന്തിനാ ഈ പേര് ഇങ്ങനെ കൊടുത്തത്? സാർ ഞാൻ ഇങ്ങനെ എല്ലാവരും അങ്ങനെയല്ലേ എഴുതുക തൂലികയെന്നാണ്. ശരി, ഇനി മുതൽ സ്വന്തം പേരിൽ എഴുതാൻ പാടുള്ളൂ. അപ്പൊ സാർ സ്റ്റാമ്പ് അച്ഛൻ്റെ അടുത്ത് എടുത്താണ് സാർ, സ്റ്റാമ്പുള്ള പൈസ ആവശ്യം ഞാൻ തരാം, ഇനി അതേ സ്വന്തം പേരിൽ എഴുതാൻ പാടുള്ളൂ. ഇപ്പൊ സമാധാനമായി. അപ്പൊ അച്ഛനോട്, പക്ഷെ അച്ഛൻ അറിഞ്ഞു അത്. എന്നാലും പക്ഷെ ഇദ്ദേഹം നന്നായിട്ട് പറഞ്ഞു പോണു. അങ്ങനെ എൻ്റെ തൂലികനാമൻ അതോടെ ഉപേക്ഷിച്ചു. ഒറ്റ ലേഖനത്തിൽ തീർന്നു. പിന്നെ അടുത്ത ലക്കത്തിൽ ഏതോ ഒന്നും കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്, മദർ തെരേസയെ പറ്റി മറ്റും എഴുതി, അതും കൂടി അതിൽ വന്നു. പിന്നെ അപ്പോൾ ഫുട്ബോളിനോടുള്ള താല്പര്യമാണ് ശരിക്കും. എൻ്റെ ആക്ച്വൽ ഇഷ്ടം സ്പോർട്സാണ്, സ്പോർട്സിനെ പറ്റി എഴുതാന്നുള്ള. അപ്പോൾ വിംസിയുടെ ഒക്കെ ഒരു ഇൻസ്പിറേഷനാണല്ലോ, വിംസിയുടെ ഒക്കെ എഴുത്തിൻ്റെ ആ സ്റ്റൈലിൽ വെച്ചിട്ട്. അപ്പോൾ ഫുട്ബോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ട്, കണ്ണൂരിൽ നിന്ന് ഇറങ്ങി. മലയാളത്തിൽ ആകെയുള്ള സ്പോർട്സ് മാസിക അതായിരുന്നു, ആദ്യത്തെ സ്പോർട്സ് മാസിക അതായിരുന്നു. അപ്പോൾ അതിൻ്റെ എഡിറ്റർ NT കരുണൻ എന്ന് പറഞ്ഞിട്ടൊരു പഴയ ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കൈരളി ബുക്ക് സ്റ്റാൾ ഉണ്ട് പാളയത്ത്, അവിടെ ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ആകെയുള്ള സമ്പാദ്യം കൊണ്ട് ഞാൻ വായിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതേപോലെ ഞാനൊരു ലേഖനം എഴുതിയ മുഹമ്മദ് അലീനെ പറ്റിയിട്ട്, കാഷ്യസ് ക്ലേ. അന്ന് എനിക്ക് വന്നത് ഫോർമാനെ മറ്റു തോൽപ്പിച്ച് വീണ്ടും ചാമ്പ്യനായ സമയം. അപ്പോൾ അതിനെപ്പറ്റി ഒരു ലേഖനം എഴുതി. രവീന്ദ്രനാഥ് ചുണ്ടേൽ സ്ഥലപ്പേര് കൂടി വെച്ചിട്ട് അങ്ങനെ അതടിച്ചു വന്നു. അതടിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത് കുറേ പേര് വായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് സ്കൂളിൽ നമ്മളെ അവിടെ എൻ്റെ ഒരു സിസ്റ്റേഴ്സൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരത് കണ്ടിട്ട് അത് ഒരു ക്ലാസ്സിലൊക്കെ പോയി പറഞ്ഞു, അങ്ങനെ നമ്മളെ സ്കൂളിലത്തെ ഒരാൾ എഴുതിയ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എഴുത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു ഞാൻ 9ാം ക്ലാസ്സിൽ 10ലൊക്കെ ആയ ശേഷം. പിന്നെ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ദേവേരി കോളേജിൽ വന്നു, പഠിച്ചു. അവിടെ കുറേ സ്പോർട്സ്, ആ സമയത്ത് ഫുട്ബോൾ ഫ്രണ്ടിൻ്റെ സ്പോർട്സിനെ പറ്റി സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കും. അല്ല, അന്ന് ഈ പാട്ടിനെ കുറിച്ചൊന്നും എഴുതുന്നില്ല. കൊച്ചിലെ ചെറുപ്പത്തിലെ പാട്ട് പാടുമായിരുന്നു. പാട്ട് പാടും, പക്ഷെ പാടിയതിന്റെ വലിയ അടിയും കൊണ്ടിട്ടുണ്ട്. അടിയല്ല ഉള്ളു. എന്താ വെച്ചാൽ പാട്ട് പാടാനുള്ള ആഗ്രഹമാണ് പാട്ടുകാരനായിട്ടോ. ഞാൻ സ്കൂളിലൊന്നും അങ്ങനെ സ്റ്റേജിലൊന്നും കയറി പാടൊന്നുമില്ല. ഒന്നാമത് കയറി ഭയങ്കര ഇൻഹിബിഷൻസ്, അതായത് അന്തർമുഖത്വം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പരിപാടിക്കും പുറത്തേക്ക് പോയില്ല. പക്ഷെ ബിഹൈൻഡ് ദ കർട്ടൻ ഓക്കെ, ചിത്രം വരയ്ക്കും, കവിത എഴുതും, കഥ എഴുതും, ഇതൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് യുവജനോത്സവം വന്നു. സ്കൂളിലെ യുവജനോത്സവത്തിൽ ഞാൻ കവിതയും കഥയും, ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് ടീച്ചർ വന്ന് ഇതിനൊക്കെ പേര് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കഥ എഴുതിയപ്പോൾ ഫസ്റ്റ് കിട്ടി. ഓക്കെ. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടി. എന്തോ ഒരു കഥ, എന്തോ ഒരു എഴുതാൻ പറ്റും. അതെ. അപ്പോൾ അന്ന് ഡിസ്ട്രിക്ട് യുവജനോത്സവം മീനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്താം. അന്ന് കോഴിക്കോടും വയനാടും ഒരേ ജില്ല, ഒറ്റ ജില്ല, ഒരു ജില്ലയാണ്. ശരിയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ഇവരെ കൂടെ ഞാനും പോയി കഥ എഴുതാൻ. അപ്പോൾ അതൊക്കെ ഒരു ടേണിംഗ് പോയിന്റ്സ് ഞാൻ പറയാം. അപ്പോൾ ആ കഥ എഴുതിയ അവിടെ ചെന്നപ്പോൾ നമ്മൾ വിചാരിക്കണം എന്താ, സാധാരണ ഒരു സബ്ജക്റ്റ് തന്നിട്ടുള്ളൂ, നമുക്ക് തോന്നിയ മാതിരി എഴുതാൻ പറ്റില്ല. ചിലപ്പോൾ അമ്മയുടെ സ്നേഹം, ഇല്ലെങ്കിൽ കള്ളൻ്റെ മാനസാന്തരം, ഇങ്ങനത്തെ സബ്ജക്ട്സ് ആണുള്ളതിൽ. അല്ലെങ്കിൽ പൂച്ച പാല് കുടിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ കഥകളൊക്കെ. അപ്പം നമ്മളതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പം ഇങ്ങനെ അവിടെ വന്നിട്ട് ക്ലാസ് റൂമിലാണ് അങ്ങനെ വിഷയത്തിൻ്റെ പേരിങ്ങനെ എഴുതി ബോർഡിൻ്റെ മുകളിൽ, 20 ദിന പരിപാടിയുടെ ഗുണഫലങ്ങൾ. അപ്പം എന്താ വെച്ചാൽ അടിയന്തരാവസ്ഥ കാലം. മനസ്സിലായി. അപ്പം നമുക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം ഇതുമാതിരി കഥ എഴുതാൻ പറ്റും 20 ദിന പരിപാടി. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടാണ് 20 ദിന പരിപാടി എന്താന്ന് തന്നെ നമുക്ക് അറിയില്ല. പക്ഷെ അതിലെന്തോ കൃഷിയുടെ ഒക്കെ സംഭവം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. 20 ദിന പരിപാടിയാണല്ലോ അന്ന്, ഇന്ദിരാഗാന്ധിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ കൃഷിനെ പറ്റിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കാണുന്നത്. അപ്പോൾ ഒരു കൃഷി വെച്ചിട്ട് എന്തോ ഒരു സംഭവം, ഇപ്പം എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു കർഷകൻ്റെ സംഭവമൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ എഴുതുന്ന ഒരാളെയും പരിചയപ്പെട്ടിരുന്നു. കോഴിക്കോട് സെൻറ്റ് ജോസഫ്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വരുന്നു, ചെറിയാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടൊരു പയ്യനാണ്. അപ്പോൾ ഞാൻ എഴുതി പോയി, ഇവനും എഴുതി പോയി. ശിവനാണ് ഫസ്റ്റ് കിട്ടിയത്. ഓക്കെ.
എനിക്ക് സെക്കൻഡ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ ഭയങ്കര എന്നെക്കാളും പുകഴ്ത്തി എഴുതിയോ ഇരുപതിന പരിപാടിന്റെ, ഞാനാണ് ഏറ്റവും പുകഴ്ത്തിയത് ഞാൻ വിചാരിച്ചു. അപ്പൊ പിന്നെ അവനെ കണ്ടില്ല, അവൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ ചോദിച്ചു എന്താ എഴുതിയത്, അതൊന്നും വലിയതൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരിക്കും. ഞാനപ്പോൾ ഒരു സൊവനീർ വന്നു യൂത്ത് ഫെസ്റ്റിവലിന്റെ. സൊവനീറിൽ ഫസ്റ്റ് കിട്ടിയ കഥ എഴുതിയിട്ടുണ്ട്. നോക്കുമ്പോൾ അതായത് ഇതിനെ നെഗറ്റീവായിട്ടാണ് എഴുതിക്കുന്നത്. ഇരുപതിന് പക്ഷെ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല. എന്തോ ആട്ടിൻകുട്ടി കുറുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിക്കുന്നുണ്ട്. കംപ്ലീറ്റ് സിംബോളിക് ആണ്. എല്ലാം നെഗറ്റീവാണ്. നമ്മൾ അങ്ങനത്തെ കഥയൊന്നും അന്ന് ഉൾക്കൊള്ളാനുള്ളതില്ലല്ലോ. നമ്മൾ ഒരു രാജ്യത്ത് തന്നെ രാജാവുണ്ടായിരുന്നു, മറ്റേ അങ്ങനത്തെ കഥയല്ലേ എഴുതുന്നത്. ഇത് ഭയങ്കര അഡ്വാൻസ്ഡ്. അപ്പൊ എനിക്ക് മനസ്സിലായി കഥ എഴുതുന്നത് ഇങ്ങനെയാണ്, അച്ഛന്മാര് അല്ലാതെ. ഇതേ ചെറിയാൻ പിന്നെ ഞങ്ങള് ദേവേരി കോളേജിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അവിടെ അവൻ മാത്സിന് വന്നു, ഞാൻ എക്കണോമിക്സിൽ പ്രീ ഡിഗ്രിക്ക് തേർഡ് ഗ്രൂപ്പായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരേ ഹോസ്റ്റലിൽ താമസിച്ച് വലിയ കമ്പനിയായി പോയി. അവൻ പിന്നെ കഥയൊക്കെ എഴുതി നല്ല അറിയപ്പെടുന്നു. ഇപ്പോഴും ഇടയ്ക്ക് കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ കഥ എഴുത്തും നടന്നു എൻ്റെ ഇടയിൽ. അല്ല, ഈ പാട്ടിനെ കുറിച്ച് പാട്ട് അപ്പം ആ സമയത്ത് പാട്ട് ഞാൻ പറഞ്ഞ ഈ അടി കൊണ്ടത് എങ്ങനെയാ വെച്ചാൽ, 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഉച്ചയ്ക്ക് ലിഷർ ടൈം കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ബെല്ലടിച്ചൊന്നും ശ്രദ്ധിക്കാണ്ട് ഞാൻ ഇങ്ങനെ പാട്ടിക്കൊണ്ടിരിക്കുക. കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര നുള്ളു. അപ്പോൾ ടീച്ചർ, കുഞ്ഞമ്മ ടീച്ചർ ഇങ്ങനെ നീറ്റപ്പോൾ ഞാൻ പറഞ്ഞു കാറ്റടിച്ച് തീർന്നോ ചോദിച്ചു. സോറി, ഇല്ല ഇനി പാടില്ല. ആ ശരി, ക്ലാസ്സിലൊന്നും പാടരുത്, അല്ലാത്ത പാടിയൊന്നും. അങ്ങനെ ഞാൻ കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു എന്നുള്ള പാട്ടിന്റെ പേരിൽ ആദ്യം ആയിട്ട് അടി കിട്ടി. അടിയല്ല, നുള്ളു കിട്ടിയത്, ശിക്ഷ കിട്ടിയത്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഒരു അല്ലെങ്കിൽ എന്താ പറയുക, അതിന്റെ ഒരു വിരോധാഭാസം എന്നല്ല, ഒരു വൈചിത്രം എന്ന് പറയുകയാണെങ്കിൽ, ഈ പാട്ടിന്റെ പിന്നിലുള്ള ക്രിയേഷനെ പറ്റി ഞാൻ പിന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ദേവരാം മാഷ കൂടെ എൻ്റെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ ദേവരാം മാഷുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായി. മാഷ് ഒരു ദിവസം എന്നെ പുള്ളി ജനിച്ചു വളർന്ന പരവൂരിലേക്ക് ക്ഷണിച്ചു. ഞാൻ അങ്ങനെ പോയി മാഷ കൂടെ ഊണൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു കാറിൽ, മാഷ വൈഫുണ്ട്, ഇങ്ങനെ പരവൂര് ഒരു കുട്ടൂർ പാലം ഉണ്ട് അവിടെ പരവൂര്. അപ്പോൾ അവിടെ നിന്നപ്പോൾ മാഷ് അവിടെ കാറിങ്ങനെ നിർത്തിയിട്ട് മാഷ് പറഞ്ഞു, ഇതറിയൂ, ഈ പാലത്തിൽ കൂടെ ഞാൻ ദിവസവും സ്കൂളിൽ പോവാ. അപ്പം ഈ പാലത്തിൻ്റെ ഈ സൈഡിൽ നിന്ന് ഈ പുറത്തുനിന്ന് തോണിക്കാരിങ്ങനെ വിളിച്ചു പറയും. അപ്പോൾ അപ്പുറത്തെ തോണിക്കാർക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹമ്മിങ് പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഹമ്മിങ് ആണ് ഞാൻ കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു എന്നുള്ള പാട്ടിൻ്റെ തുടക്കത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഹമ്മിങ് ആണെന്ന്. അപ്പൊ എനിക്ക് ഞാനിങ്ങനെ അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു, ആ കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു പാടി കഥ നമുക്ക് പിച്ച് കിട്ടിയത് അതാണ്. അപ്പൊ ഞാൻ മാഷോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഏറ്റവും വലിയ വേറൊരു ഇതെന്താ വെച്ചാൽ, ആ പാട്ട് സിനിമയിൽ പാടി അഭിനയിച്ചത് ഒരു സാധാരണ ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ യേശുദാസ് പാടി അഭിനയിക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു പാട്ടായിരുന്നു. വിൻസെന്റ് മാഷ് ഒരു ആഗ്രഹമായിരുന്നു. ഡയറക്ടർ വിൻസെന്റ് മാഷ്ക്ക് യേശുദാസിനെ തുലാഭാരം എന്നുള്ള സിനിമയിലാണല്ലോ, യേശുദാസ് അത് വന്ന് പാടി അഭിനയിക്കും, ഒരു തോണിക്കാരനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വല കെട്ടുന്ന ആളായിട്ട് പാടും. പക്ഷെ എന്തോ ദാസേട്ടനൊന്നും വരാൻ പറ്റിയില്ല. അപ്പം അന്ന് വിൻസെന്റ് മാഷ് ഒരു ബന്ധുവായിട്ടൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, ബെന്നി അങ്കിൾ എന്ന് പറയും, ബെന്നി. അപ്പോൾ പുള്ളിയെ വിളിച്ചിട്ട് പുള്ളിയാണത് അഭിനയിച്ചത്. ഇപ്പോഴും ആ സിനിമ കണ്ടാൽ അറിയാം, കാറ്റടിച്ചു ഇങ്ങനെ വല കെട്ടിയിട്ട് പാടുക. ഈ ബെന്നിയങ്കിൾ ഞാനുമായിട്ട് വലിയ അടുപ്പായി. പിന്നെ ബെന്നിയങ്കിൾ എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ, പുള്ളിയുടെ കുറെ നിയോഗങ്ങൾ ചില സിനിമയിൽ പാട്ട് സീൻ അഭിനയിക്കും, അതിലൊരു പാട്ടാണത്. അങ്ങനെ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞത് ഓരോ നമ്മളെ ജീവിതത്തിൽ ആ കാറ്റടിച്ചതിന്റെ പേരിൽ എനിക്ക് നുള്ളു കിട്ടുമ്പോൾ ഞാൻ ആലോചിക്കത്തില്ല ആ പാട്ടിന്റെ ഫുൾ ക്രിയേഷന്റെ ഭാഗം ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവും എന്നുള്ള അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ സ്പോർട്സിനെ കുറിച്ച് ഞാൻ ജേർണലിസത്തിലേക്ക് വരുമ്പോഴും സ്പോർട്സ് ആണ് എനിക്ക്. ജേർണലിസം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം ചെയ്തു. രവി, ഈ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ആളായിരുന്നു രവി. അതെ അതെ. അത് കഴിഞ്ഞ് സ്പോർട്സിലേക്ക് വന്നു. അങ്ങനെ സ്പോർട്സ് എഴുതാൻ തുടങ്ങി അല്ലേ? ഫുട്ബോൾ ആയിരുന്നു തോന്നി ഏറ്റവും ഇഷ്ടം. ഫുട്ബോൾ ആയിരുന്നു. എന്താ ഈ ഫുട്ബോൾ ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണം? അതെനിക്ക് ഇത് വിംസിയുടെ എഴുത്ത്, ഇപ്പൊ ആണെങ്കിൽ വിംസിയുടെ എഴുത്ത് വായിക്കുമ്പോൾ കളി കാണുന്നില്ല. കളി കാണുന്നതിന് മുമ്പേ നമ്മൾ സാങ്കല്പികമായിട്ട് ഈ കളി മനസ്സിന്റെ സ്ക്രീനിലാണ് ചിത്രീകരിച്ച് കാണുന്നത്. പിന്നെ നേരിട്ട് കാണുന്നൊക്കെ വളരെ കാലത്തിന് ശേഷം. പക്ഷെ ഇപ്പൊ ഇന്ദർ സിംഗ്, മഗൻ സിംഗ്, ഇവരെ പറ്റിയൊക്കെ വിംസി എഴുതിയിട്ടുള്ള ചില വാചകങ്ങൾ, വിശേഷണങ്ങളൊക്കെ അങ്ങനെ അത് വായിച്ചിട്ട് നമ്മൾ അവരെ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുകയാണ്. പിന്നീട് എംസിയെ ഞാൻ പോയി കോഴിക്കോട് നിന്ന്, ആദ്യം ഞാൻ കോഴിക്കോട് നിന്ന് മാതൃഭൂമി ഓഫീസിൽ
ഞങ്ങൾ എക്സ്കർഷൻ പോവല്ലോ. എനിക്കൊന്ന് രവി ആദ്യം ജോയിൻ ചെയ്ത മാതൃഭൂമിയിലായിരുന്നു. അല്ല ഇന്റേൺഷിപ്പ് ചെയ്തു. ഇന്റേൺഷിപ്പ്. അപ്പോൾ ആദ്യം ഞാൻ കോഴിക്കോട്, ഞങ്ങൾ അപൂർവമായിട്ടാണ്, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ വലിയ വയനാട്ടുകാർക്ക് വലിയ ലോസ് ഏഞ്ചൽസിലൊക്കെ പോകണമായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാണുന്ന സോപ്പ് കമ്പനി, ബീച്ച്, ആകാശവാണിയൊക്കെ കാണുന്ന കൂട്ടത്തിൽ മാതൃഭൂമിയും കാണും. ഈ കോഴിക്കോട് ഈ പാട്ടിന്റെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു. പിന്നെ അതായിരിക്കും ഞാൻ പറഞ്ഞ അതിലൊക്കെയാണ് മലപ്പുറം സെപ്പറേറ്റഡ് ആയത്. അതെ, അല്ല അതൊരു ആ അന്തരീക്ഷത്തിൽ പാട്ടും പന്തുകളിയും ഉണ്ട്. അതെ, ഇത് രണ്ടുമാണ് എന്നെ ആകർഷിച്ചതും. അപ്പം ഞാനിങ്ങനെ ഈ കുട്ടികളെ കൂടെ ഈ മാതൃഭൂമി ഓഫീസിൽ വന്നു. മാതൃഭൂമി കാണുക, പ്രിന്റിംഗ് ഒക്കെ കാണുക എന്നുള്ള വലിയ സംഭവമാണ് എക്സ്കർഷൻ്റെ ഭാഗമായിട്ട്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഒരാളോട് ചോദിച്ചു, വിൻസി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ എങ്ങനെ അറിയാം? അല്ല ഞാൻ വായിച്ചിട്ടൊക്കെ, അത് അവിടെ ഇരിക്കുന്നു തോന്നുന്നു. അപ്പോൾ ഒരു മുറിയുടെ ഗ്ലാസ് ഡോറിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ തോടാ കോപ്പി കണ്ടൊക്കെ വെച്ചിട്ടൊരാൾ എഴുതിക്കൊണ്ട്, അപ്പോൾ എങ്ങനെ അടുത്ത് നോക്കി ചെല്ലാനൊന്നും പറ്റില്ല, ചെറിയ പീറ ചക്കന്മാരല്ലേ. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ കാഴ്ച. പിന്നീട് വിംസിയാണ് എന്നെ ജേർണലിസത്തിന് അയക്കുന്നത്. ശരിക്കും പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BJ കോഴ്സിന് വിംസിയാണ് വിളിച്ച് പറയുന്നതും. അന്നത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അംജദ് അഹമ്മദൻ ടെസ്റ്റിൽ ആരാധനയൊക്കെ പറഞ്ഞില്ലേ വിംസിയെ കണ്ടപ്പോൾ? അത് ഞാൻ അന്ന് പറഞ്ഞില്ല, പക്ഷെ വിംസി എൻ്റെ വായിച്ചിരുന്നു. സ്പോർട്സ് എഴുതുന്നത് ഫുട്ബോൾ ഫ്രണ്ട് മാഗസിനിൽ വായിച്ചു. അപ്പോൾ പുള്ളി റെക്കമെൻഡ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ജേർണലിസം ചേരുന്നത്. ജേർണലിസം ഒരു വർഷത്തെ കോഴ്സായിരുന്നു. അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി എനിക്ക്, ഭാഗ്യത്തിന്. അത് തന്നെ അത്ഭുതം എനിക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കേരളകൗമുദിയിൽ ജോയിൻ ചെയ്യണം. കേരളകൗമുദി ആദ്യമായിട്ട് ഫോട്ടോ ടൈപ്പ് സെറ്റിംഗ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കോഴിക്കോട് എഡിഷൻ കേരളകൗമുദി. അന്ന് PJ മാത്യു ആണ് എഡിറ്റോറിയൽ ഡെസ്കിന്റെ ചാർജ്. അപ്പം അദ്ദേഹം ആണെങ്കിൽ യങ്സ്റ്റേഴ്സിനെ കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നമ്മുടെ ഒരു ടീമുണ്ട് അവിടെ. ഞാൻ, KP രാജീവൻ, ആൽഡസ് ഹെൻറി, ജേക്കബ് തോമസ്, മനോരമയിൽ പോയ PK രവീന്ദ്രൻ, രവികുമാർ, അങ്ങനെ കുറേ പേരുണ്ട്, മോഹൻദാസ് കൊളത്തെ. ആ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമിനെ പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യാൻ അയക്കുന്നത്. ഗ്രൂം ചെയ്തെടുക്കുക ഫുട്ബോൾ റിപ്പോർട്ടിങ്ങിന് ആദ്യമായിട്ട് അയക്കുക. അതൊക്കെ ഭയങ്കര രസമാണത്. എന്താ വെച്ചാൽ അതൊരു സീനിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടറാണ്. ശരിക്കും രവി തുടക്കം മുതൽ ഈ സ്പോർട്സിലാണ്, പ്രത്യേകിച്ച് സ്പോർട്സാണ്. ആ സ്പോർട്സാണ് ഞാൻ എഴുതിയിരുന്നത്. അപ്പോൾ അവർക്കും അതാണ്, സ്പോർട്സിനൊരു റിപ്പോർട്ടർ വേണമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ അന്ന് സ്പോർട്സ് എഡിറ്റർ K. കോയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദേശാഭിമാനിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് പ്രായമൊക്കെ ആയാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സിനെയാണ് മാത്യു സാറിന് ഇഷ്ടം. അപ്പോൾ അന്ന് ട്രിവാൻഡ്രത്ത് ആണ് കേരളമുതൽ മുഖ്യ ഫുട്ബോൾ റിപ്പോർട്ടർ യദുകുലകുമാർ, യദുവണ്ണെന്നും യദുകുലകുമാർ. ഞങ്ങൾക്ക് ഭയങ്കര ആരാധനയൊക്കെ ഉള്ള ഒരാൾ, ഭയങ്കര രസകരമായ ശൈലിയിൽ ഫുട്ബോൾ എഴുതുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് മേജർ ടൂർണമെൻറ്റ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് നെഹ്റു കപ്പ് 1987 നെഹ്റു കപ്പ്, കോഴിക്കോട് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റ്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നു. അസൈൻ ചെയ്യപ്പെട്ടെന്ന് അങ്ങനത്തെ ടൂർണമെൻ്റൊക്കെ പുള്ളിയെ ചെയ്യുക, എല്ലാ നെഹ്റു കപ്പൊക്കെ. അപ്പം ഞങ്ങൾക്കൊക്കെ എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ സൈഡ് ലൈറ്റ്സ് ചെയ്യാനുള്ള ഒരു ഇതാണ്. ഞാനുണ്ട്, സജീവൻ, ഇപ്പോൾ ടെലിവിഷനിലൊക്കെ ന്യൂസ് ഇതിലൊക്കെ വരാറുള്ള സജീവൻ ഉണ്ട്. പിന്നെ അഷ്റഫ് ഉണ്ട്, മുഹമ്മദ് അഷ്റഫ് എന്ന് പറഞ്ഞ കോച്ചായിരുന്നു ആ കാലത്ത്, അയാളുണ്ട്. സതീഷ് കുമാർ, MB സതീഷ് കുമാർ മനോരമയിൽ പോയി. അങ്ങനെ കുറേ പേര് സൈഡ് ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ യദുകുലകുമാർ വരുന്നു. മാത്യു സാറ് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ വന്ന് പോകുന്നത് കാണാം. മാത്യു സാറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ തമ്മിൽ എന്തോ പറഞ്ഞിട്ട് ഉടക്കിയമാതിരി തോന്നി എനിക്ക്. കുറച്ച് കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിപ്പോകുന്നു യദുകുലകുമാർ. അങ്ങനെ എന്തോ ഒരു പ്രശ്നം. കാരണം മാത്യു സാർ ഭയങ്കര ഷാർപ്പാണ്, കുറച്ച് ദേഷ്യം മുൻകോപമുണ്ട്. പിന്നെ പറയേണ്ടത് മുഖത്ത് നോക്കി പറയും, എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം പോകുന്നു. ഉടനെ മാത്യു സാർ താനിങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ ചെന്നു. നാളെ താനാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ സാർ ഞാനിതുവരെ അങ്ങനെയല്ല റിപ്പോർട്ട് ചെയ്യാം, കട്ടൻ ഡേസ് എഴുതി കൊടുക്കാവും. ഞാനെന്താ വിട്ടുകയറി, ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുക. മറ്റേ നാഗ്ജി ടൂർണമെൻറ്റ് പോലും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്തിരിക്കും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എന്തോ ഇവർ തമ്മിൽ എന്തോ പുള്ളിയുടെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്തോ റിപ്പോർട്ടിങ്ങിന്. അത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറഞ്ഞാൽ അദ്ദേഹവും മുൻകോപിയാണ്, ഇദ്ദേഹവും മുൻകോപിയാണ്. ഞാൻ എന്നാ പോട്ടേറിൻ്റെ ആൾ പോയി. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പോലും അറിയാതെ കളിക്കാൻ അരങ്ങേറ്റമാണ്. പക്ഷെ അതൊരു വലിയ ഭാഗ്യമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ റിപ്പോർട്ടറായിട്ട് ഞാനുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂരിയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ടും ഫുട്ബോൾ മാച്ച് കണ്ടിട്ട് ലൈവായിട്ട്
വരച്ച് പത്രത്തിൻ്റെ 1-ാം പേജിൽ എൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ ഈ സൈഡിൽ പി മുസ്തഫയുടെ ഫോട്ടോഗ്രാഫ്, പിന്നീട് മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫറൊക്കെ ആയ മുസ്തഫയുടെ ഫോട്ടോ, ഇപ്പുറത്ത് ആർട്ടിസ്റ്റ് നമ്പൂരിൻ്റെ കാരിക്കേച്ചേഴ്സ്, കളിയുള്ള മോമെന്റ്സ് പുള്ളി ഫോട്ടോഗ്രാഫറെ പോലെ ഒരു ഹെഡർ, ഗോളാവുന്നത്, ഫൗള്, ഇതൊക്കെ പുള്ളി വരയ്ക്കും. അപ്പൊ അതെനിക്ക് പിന്നെ ആവർത്തിക്കപ്പെടാത്തൊരു സംഭവം. എന്നോട് നമ്പൂരി സാറിനെ പറയും എങ്ങനെയാണ് ചെയ്തെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ആ ഫുട്ബോളിലേക്ക് കടന്നു. അതെ അതെ. അതിന്റെ പേരിൽ എനിക്ക് മനോരമയിൽ അടുത്ത തവണ മനോരമയിൽ ടെസ്റ്റ് എഴുതാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞു. ഇന്റർവ്യൂ ഒക്കെ വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്, പക്ഷെ അവരെന്നെ എടുക്കാൻ തീരുമാനിച്ചില്ല. എനിക്ക് അപ്പോയിൻമെന്റ് ഓർഡർ അയക്കുന്നു. ഓർഡർ ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് കോഴിക്കോട് വിടാൻ മടി. കോഴിക്കോടിനോട് അതിനിടയ്ക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്. കോട്ടയത്ത് പോകുന്നുണ്ട്. കോഴിക്കോടുകാർക്ക് എല്ലാം ഉണ്ട് അല്ലേ? കോഴിക്കോട് വിടാൻ നമ്മുടെ കോഴിക്കോടൊന്നല്ലോ, നമ്മുടെ കോഴിക്കോട് പറയുമ്പോൾ അന്ന് കേരളമതിയിൽ 400 രൂപയാണ് ശമ്പളം, സ്റ്റൈപ്പൻഡ്. സെക്കൻഡ് ഇയർ 500, പിന്നെ പ്രൊബേഷൻ 1 കൊല്ലം. അതൊക്കെ കഴിഞ്ഞിട്ടേ കൺഫേം ചെയ്യുള്ളൂ. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം ഞാൻ മനോരമയിൽ ക്ഷണിച്ചിട്ട് പോലും പോയതുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ പാട്ടിനെ കുറിച്ച് എഴുതണം എന്നൊരു ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഞാൻ വായിക്കുമായിരുന്നു പാട്ടിനെ കുറിച്ച്. രാജു ഭരതനൊക്കെ എഴുതിയിരുന്ന ലേഖനങ്ങൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രവി ഈ പാട്ടിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. റിസർച്ച് ഇല്ല സത്യം പറഞ്ഞാല്, പക്ഷെ ഇത്രയേറെ ഈ കണ്ടന്റ്. അതെന്നോട് പലരും ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ ഈ പാട്ടിന്റെ ചരിത്രമൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഞാൻ ഈ പാട്ടിനെ കുറിച്ച് എന്റെ ഒരു കൗതുകം കൊണ്ട് ഇപ്പോ ദേവരാജൻ മാസ്റ്ററെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ എഴുതുന്നു. അല്ല, അത് അദ്ദേഹം പോലും മറന്നിരിക്കുന്ന കാര്യങ്ങളാണ് രവി എഴുതി പിടിപ്പിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് പലതും. ദാസേട്ടൻ എപ്പോഴും പറയും ഇതൊക്കെ എപ്പോഴും ഓർക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ല, സത്യം പറഞ്ഞാൽ ഞാൻ അത് തേടി പോകുന്നതേ അല്ല, അത് ഇങ്ങോട്ട് തേടി വരിക. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് പിന്നാലെ ഇങ്ങനെ അലയുമ്പോൾ യാദൃശ്ചികമായിട്ട് ഇൻഫർമേഷൻ ഇങ്ങനെ വരികയാണ്. ഇത് എഴുതണം എന്ന് വിചാരിച്ചിട്ടൊന്നല്ല. പിന്നെ എഴുതേണ്ടി വരുമ്പോൾ നമ്മളെ ഓർമ്മയിൽ സാധാരണ ഇങ്ങനത്തെ സംഭവങ്ങൾ വരും. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ഒരിക്കലും ഒരു റിസർച്ച് മെന്റാലിറ്റിയോട് കൂടിയിട്ട് എൻ്റെ പിന്നാലെ പോലില്ല. ജിജ്ഞാസയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഈ പറഞ്ഞ പാട്ടെഴുത്ത് യാദൃശ്ചികമായിട്ടാണ്. പാട്ടിനെ കുറിച്ചുള്ള എഴുത്ത്, പാട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, പാട്ട് എഴുതുന്നവരാണ്. പാട്ടിനെ കുറിച്ചുള്ള എഴുത്ത് ശരിക്കും യാദൃശ്ചിക. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പലപ്പോഴും. അതായത് ലീല ചേച്ചി, ലീല ചേച്ചീനോട് എനിക്ക് ഭയങ്കര ആരാധനയും സ്നേഹമൊക്കെ ആയിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ഒരു ശബ്ദം, ഭക്തിഗാനങ്ങളായാലും ശരി, ഗുരുവായൂരത്തെ രാവിലത്തെ നാരായണി ആയാലും ശരി, നവകീർത്തനം. അപ്പം ലീല ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ അമ്മയുടെയും അമ്മമ്മയുടെയും ഒക്കെ മാതിരി ഒരു നമ്മളെ ഫാമിലിയിലുള്ള ഒരാളാണ് ജാനകിയമ്മ. പക്ഷെ പിന്നെ വേറൊരു പ്രണയഗാനങ്ങളൊക്കെയാണല്ലോ ഭയങ്കര അടുപ്പായിരുന്നു. പിന്നെ ലീല ചേച്ചി ആയിട്ടാണ് ആദ്യം ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. അതായത് അപ്പോൾ ഈ ലീല ചേച്ചി കോഴിക്കോട് ഒരു പരിപാടിക്ക് വന്നു. അപ്പൊ ഞാൻ മുല്ലശ്ശേരി രാജുവേട്ടൻ, നമ്മളെ ദേവാസുരം, എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിനാ, മംഗലശ്ശേരി നീലകണ്ഠന്റെ ഒറിജിനൽ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട്, ഞാനായിട്ട് വലിയ അടുപ്പം, എന്നെ വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ രാജമാമ എനിക്ക് ലീല ചേച്ചി ഒന്ന് കാണണം, ഒരു വലിയ സ്വപ്നമാണ്. അതിനെന്താ ഞാൻ വിളിച്ചു പറയാം, നീ പോയി കണ്ടോ. അപ്പോൾ രാജമാമയ്ക്ക് അറിയാം, പുള്ളി മദ്രാസിലൊക്കെ ഉണ്ടായിരുന്നു. ലീല ചേച്ചി വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഒരു അനന്തരം വരുന്നുണ്ട്, ചേച്ചി കാണാൻ വേണ്ടി വരികയാണ്. എന്താ വന്നോട്ടെ. ലീല ചേച്ചി വളരെ നല്ലൊരു സ്ത്രീയാണ്, പാവം സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ പാവമാണ്. ഒരു സ്പർദ്ധയോ അല്ലെങ്കിൽ ഈഗോ ഒന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ്. അപ്പം ഞാൻ അളകാപുരിയിൽ അവരുടെ ഒരു കോട്ടേജിൽ താമസിക്കുന്നു. അവിടെ പോയി ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്, പൂജിച്ച് ചന്ദനത്തിലേക്ക് വെച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവരത് സ്വീകരിച്ചു. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരോട് സംസാരിക്കുക, എന്നിട്ട് പോരുക, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ മാതിരി കുറച്ച് കൗതുകങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ആദ്യത്തെ റെക്കോർഡിങ് അത്. അപ്പോൾ ഞാൻ കുറേ സംസാരിച്ചു, ലീല ചേച്ചിയൊക്കെ കേട്ടു, ക്ഷമയോട് കൂടിയിട്ട് എല്ലാ മറുപടിയും പറഞ്ഞു. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ലീല ചോദിച്ചു, ഇതൊക്കെ എന്തിനാ ഇപ്പോൾ അറിയണത്, ഇതൊക്കെ ഇപ്പോൾ എത്ര വലിയ സംഭവമാണോ. അപ്പോൾ അന്നത്തെ ആദ്യത്തെ റെക്കോർഡിങ് 1946 റെക്കോർഡിങ്, അന്നത്തെ ഈ മോഡേൺ തിയേറ്റേഴ്സിൽ ഈ റെക്കോർഡിങ് സ്റ്റുഡിയോ ഒന്നുമില്ല, ഓല കൊണ്ട് കെട്ടിമറിച്ച ഈ പരമ്പും ഓലയൊക്കെ വെച്ചിട്ട് മറച്ചിട്ടുള്ളതാണ്. അപ്പോൾ റോഡ് സൈഡിലുള്ള ശബ്ദങ്ങൾ വരുമ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എക്കോ ഇല്ലാതിരിക്കാൻ വേണ്ടി മുകളിൽ കുറേ കലങ്ങൾ, മൺകലങ്ങൾ തൂക്കിയിട്ടിരുന്നു. പിന്നെ ഞാൻ കസേരയുടെ മുകളിൽ എന്നെ കയറ്റിയിരുത്തിയിട്ട് അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ, അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞു. ഞാനതൊക്കെ കേട്ടു, സന്തോഷമായി. ഞാൻ തിരിച്ച് ഒരു 1.5 മണിക്കൂർ സംസാരിച്ചു. തിരിച്ചിങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ലീല ചേച്ചി എന്നെ സി ഓഫ് ചെയ്യാൻ വേണ്ടി വന്നു. എന്നിട്ട് പറഞ്ഞു,
അപ്പോൾ ഇതിപ്പോൾ ഏതിലാ വരിക ചോദിച്ചു. അപ്പം ഞാൻ ഷോക്കായി. ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് എഴുതെടുത്തിട്ട് പോലുമില്ല, എഴുതാൻ വേണ്ടിയിട്ടല്ലല്ലോ പോയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ലീല ചേച്ചി, ഇത് പറയാൻ വയ്യ, ഞാൻ വെറുതെ ഇവരെ സമയം മെനക്കെടുത്തിന്ന് പറയില്ലേ. ഞാൻ പറഞ്ഞു ഞാൻ പറയാ ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആകെ ഒരു സംഘർഷമായി മനസ്സിൽ, ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ, അവർ വിചാരിക്കില്ല എഴുതുക. അവസാനം ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എഴുതി. ഓർമ്മയിൽ നിന്ന് എഴുതിയിട്ട് അന്ന് കേരളകൗമുദിയുടെ ഞായറാഴ്ച പതിപ്പിൻ്റെ വാസുരേന്ദ്രനായിരുന്നു അന്ന് എഡിറ്റർ. വാസുരേന്ദ്രൻ അയച്ചു കൊടുത്തു. വാസുരേന്ദ്രൻ പറഞ്ഞു ഇഷ്ടമായി തോന്നുന്നു. അപ്പോൾ പുള്ളി ഉജ്ജയിനിയിലെ ഗായിക തലക്കെട്ടിട്ടു, നല്ല തലക്കെട്ടായിരുന്നു. എന്നിട്ട് ആ ലേഖനം കൊടുത്തു. എഡിറ്റ് ചെയ്തൊന്നുമില്ല പുള്ളി, നല്ല ഹിറ്റായിട്ട്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. എന്നോട് വാസുരേന്ദ്രൻ തന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇനി എഴുതണം, കുഴപ്പമില്ല, നിങ്ങൾ സ്പോർട്സ് മാത്രമല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പാട്ടിനെ കുറിച്ച് എഴുത്ത് തുടങ്ങി ലീല ചേച്ചിയാണത്. പിന്നീട് ഞാൻ ലീല ചേച്ചിയിട്ട് വളരെ വലിയ അടുപ്പായിരുന്നു. എനിക്ക് സ്വന്തം അനിയൻ്റെയൊക്കെ പോലെ എന്നെയും ലതേനെയും ഒക്കെ അവർ വെച്ച കത്തുകളൊക്കെ ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുട്ടികളൊക്കെ ജനിക്കുന്ന സമയത്തും മാതിരി ഭയങ്കര അടുപ്പായിരുന്നു. അവസാന കാലത്ത് അവർ വളരെ ട്രാജിക്കായിട്ടുള്ളൊരു മരണമായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കുറേ നേരം കുറേ ബോധമില്ലാതെ കിടന്നു. അങ്ങനെയൊക്കെയാണ് മരിച്ചത്. പക്ഷെ അവസാനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവസാനം എഴുതിയൊരു കത്തിൽ അവരെന്നോട് പറയായിരുന്നു, എനിക്ക് എഴുതിയിരുന്നു, ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കച്ചേരി നടത്താൻ ആഗ്രഹമുണ്ട്, പ്രായമായിട്ടുണ്ട് നല്ലോണം, എനിക്ക് കോഴിക്കോട് ഒരു കച്ചേരി നടത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോഴിക്കോട് സംഘാടകരെയൊക്കെ പോയി കണ്ടു, ഇങ്ങനെ ലീല ചേച്ചിട്ട്. അപ്പോൾ അവരൊക്കെ ഈ പ്രായമുള്ള സിനിമയെന്നൊക്കെ പോയില്ല, ഇനിയിപ്പോൾ എന്താ. അപ്പോൾ അന്ന് പുതിയ പുതിയ സെൻസേഷണൽ സിംഗേഴ്സൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അവരെ നോക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് വലിയ വിഷമമായി തോന്നി. ലീല ചേച്ചിയുടെ എങ്ങനെ പറഞ്ഞു. ഞാൻ ലീല ചേച്ചിനോട് പറഞ്ഞു ചേച്ചി എന്തിനാ ഇനിയിപ്പോൾ കച്ചേരിക്കൊക്കെ നിന്നത്, ചേച്ചിയുടെ പാട്ട് കേട്ടിട്ടാണ് ഗുരുവായൂരപ്പൻ ഉണരുന്നത്, അതിലും മീതെ ഇനി വേറെ എന്ത് ഭാഗ്യം വേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു രവി ഒരു പാട്ടുകാരനല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നില്ല, ശരിക്കും ഒരു പാട്ടുകാരി അല്ലെങ്കിൽ പാട്ടുകാരന് മരിക്കും വരെ പാടിക്കൊണ്ടിരിക്കണമെന്ന് ആഗ്രഹം, എനിക്കത് ആഗ്രഹം, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് പറയാൻ വലിയ വിഷമമാണ്. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് അസുഖം വന്നു, പിന്നെ മരിച്ചു പോയത്. അവസാനം ഇങ്ങനെ എനിക്ക് ആരും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അവർ ബോധമില്ലാതെ കിടക്കുമ്പോൾ പോലും ആ ജ്ഞാനപ്പാനയിലെ വരികളാണ് അവരുടെ ഇങ്ങനെ ഉപബോധ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്, മധ്യേ ഇങ്ങനെ കാണുന്ന അങ്ങനത്തെ ആ വരികൾ. അപ്പം എനിക്കത് വലിയൊരു വിഷമമുള്ളൊരു ഓർമ്മയാണ്. അവർ അങ്ങനെ അതുപോലെ കുറേ പേരുമായിട്ട് അടുപ്പങ്ങളുണ്ട്. രവിയുടെ 30-ലേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മോഹൻലാലാണ് ഏറ്റവും ഒടുവിലത്തെ നാദശലഭങ്ങൾ. മോഹൻലാലാണത് പ്രസിദ്ധീകരിച്ചത്. രവി അത്ഭുതപ്പെടുത്തിയ ഗാനരചയിതാവ് ആരാണ്? ഗാനരചയിതാക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പി ഭാസ്കരനാണ്, ഭാസ്കരൻ മാഷാണ്. കാരണം ഭാസ്കരൻ മാഷിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹം എഴുതുന്ന പാട്ടുകളിൽ അദ്ദേഹം യൂസ് ചെയ്യുന്ന വാക്കുകൾ ഇതൊക്കെ എൻ്റെയൊക്കെ ഭൂതകാലമുണ്ട്, എൻ്റെ ഒരു ബാല്യം, ഞാൻ വളർന്നു വന്ന പശ്ചാത്തലം, ആ അന്തരീക്ഷം, ഞാൻ കണ്ടുമുട്ടിയ എന്നിട്ട് അവര് അതൊക്കെ കൊടുങ്ങല്ലൂരാണ് അദ്ദേഹം. ഞാനാണെങ്കിൽ കോട്ടക്കൽ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, ചില പ്രയോഗങ്ങൾ അതൊക്കെ ആ പാട്ടുകളിലാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല അത്ര സിമ്പിളായിട്ടുള്ള യൂസേജസ് ആണെങ്കിൽ പോലും ഭയങ്കര രസകരമായിട്ടുള്ള ഇമേജറീസ് വരുന്നുണ്ട്, ഉപമകൾ വരുന്നുണ്ട്. അത് ചില പാട്ടുകൾ എനിക്ക് എല്ലാ പ്രഭാതത്തെക്കുറിച്ചിട്ടുള്ള പാട്ടുകളായാലും പ്രണയത്തെക്കുറിച്ചുള്ള പാട്ടുകളായാലും എനിക്ക് തോന്നുന്നത് ചില പാട്ടുകളിപ്പോൾ നമ്മൾ ജയേട്ടൻ തന്നെ പറയാറുണ്ട്, വളരെ നല്ലൊരു പാട്ടുണ്ട്, കാവ്യ പുസ്തകമല്ലോ ജീവിതം എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ഒക്കെ വരികൾ നമ്മൾ വളരെ ഫിലോസഫിക്കലാണ്. അതുമാതിരി നഗരം നഗരം മഹാസാഗരം. എനിക്ക് എന്താ അറിയില്ല, കാരണം ഭാസ്കരൻ മാഷിൻ്റെ എല്ലാ പാട്ടും നല്ല ലിറിസിസ്റ്റുകളുണ്ട്. വയലാർ അസാധ്യമായിട്ട് എഴുതും, സംസ്കൃത ഭാഷയൊക്കെ സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. അമാരിക്ക ഭാരതത്തിലെ പുരാണങ്ങളിൽ നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹമാണ്. ONV ആണെങ്കിൽ നൊസ്റ്റാൾജിയ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭാസ്കരൻ മാഷോടാണ് എനിക്ക് ഭയങ്കര താല്പര്യം. ഞാൻ ഭാസ്കരൻ മാഷ ആയിട്ടുള്ള അനുഭവം പോലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. കാരണം മാഷായിട്ട് നല്ല ബന്ധമാണ്, മാഷോട് സംസാരിക്കുകയും ചെയ്തും അവസാന കാലത്ത് മാഷ്ക്ക് ഓർമ്മയില്ലാത്തൊരു കാലം വന്നു. മാഷ് അൽഷൈമേഴ്സിൻ്റെ ഒരു പിടിയിലായിരുന്നു. വീട്ടിന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരിക്കൽ ജാനകി അമ്മ വീട്ടിൽ വന്നു. ജാനകി വീട്ടിൽ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇങ്ങനെ മാഷക്ക് സുഖമില്ല എന്ന് കേട്ടു, അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടാലോ എന്ന് വെച്ചു. അങ്ങനെ ഞാനും ജാനകിയമ്മയായിട്ട്
മാഷ വീട്ടിൽ പോയി. ജവഹർ നഗറിലാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് എനിക്ക് വളരെ ദുഃഖം തോന്നിയിട്ടുള്ളൊരു അന്തരീക്ഷം. കാരണം മാഷ ഓർമ്മയില്ലാത്ത സമയമാണ്. മാഷ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയാണ് വീട്ടിൽ. അപ്പോൾ ജാനയോ വന്നു. അപ്പോൾ അടുത്തിരുന്നു ആ കസേര. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ആ കട്ടിലിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇരുന്നു. മാഷ എന്നിട്ട് വൈഫുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. മാഷ് പെട്ടെന്ന് തിരിഞ്ഞു ഇങ്ങനെ ഉണർന്നപ്പോൾ തിരിഞ്ഞിങ്ങനെ കിടന്നോക്കിയപ്പോൾ ആരാ എന്താ ചോദിച്ചു. ജാനകിയമ്മ എന്ന് പറഞ്ഞാൽ ഭാസ്കരൻ മാഷിൻ്റെ ഗാനങ്ങളിൽ സിംഹഭാഗവും ഏറ്റവും മികച്ച പാട്ടുകൾ മുഴുവൻ പാടിയിട്ടില്ല. തളിരിട്ടിക്കിനാക്കളായാലും ശരി, താനെ തിരിഞ്ഞും മറിഞ്ഞായാലും, ഒരു കൊച്ചു സ്വപ്നത്തിനായാലും എല്ലാ പാട്ടുകളും പാടിയിട്ടുള്ള ആളാണ്. ഇന്നലെ നീ ഒരു സുന്ദരരാഘവൻ അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു. അപ്പോൾ ജാനകിയമ്മ അപ്പം തന്നെ എമോഷണലായി. അപ്പം ഇങ്ങനെ മാഷിങ്ങനെ അപ്പം പറഞ്ഞു ഇങ്ങനെ ജാനകി പാട്ടുകാരിയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ജാനകിയമ്മ പാട്ടുകളൊന്ന് പാടി നോക്കും, മാഷ് എഴുതിയ പാട്ടുകൾ നോക്കാമെന്ന്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ജാനകിയമ്മ അപ്പം തന്നെ ഓൾറെഡി എമോഷണലായി, കണ്ണൊക്കെ നിറഞ്ഞു. ഓരോ പാട്ടായിട്ട് ഇങ്ങനെ പാടുക. തളിരിട്ടിക്കിനാക്കൾ പാടുന്നു. പാടി 2 ലൈൻ കഴിയുമ്പോഴേക്കും മാഷ് അതിൽ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ മൂന്നാമത്തെ വരി പോലും മാഷ് പാടുന്നുണ്ട്. മാഷ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. മറ്റേ തളിരിട്ടിക്കിനാക്കൾ പാടുമ്പോഴും താനെ തിരിഞ്ഞൊക്കെ പാടും, ഇന്നലെ നീയൊക്കെ പാടുമ്പോഴൊക്കെ മാഷ് ഇതിൻ്റെ കൂടെ പാടിക്കൊണ്ടിരിക്കും. ഈ സെക്കൻഡ് സ്റ്റാൻസ് പോലെ മാഷ് ആ പാട്ട് ഓർമ്മയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മാഷ് ജാനകിയമ്മയോട് ചോദിച്ചു, ഇതൊക്കെ ഇപ്പോൾ ആരാ പാടിയത്, ആരാ പാട്ടാ ഇതൊക്കെ? അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ മാഷ പാട്ട് തന്നെയാണ്. നന്നായി പാടുന്നുണ്ട് കേട്ടോ, ഇനിയും പാടണം, പാടിത്തരണം. ഭയങ്കര എമോഷനുണ്ട് ജാനകിയമ്മ. അങ്ങനെയാണ്, മക്കളെയോ ഭാര്യയോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. എന്നിട്ട് അന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ ജാനകിയമ്മ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. കാരണം അവരെ ജീവിതത്തിൽ തളിരിട്ടിക്കിനാക്കളാണ് ശരിക്കും പറഞ്ഞാൽ ജാനകിയെ ആക്കുന്നത്. എത്രയോ പാട്ടുകൾ, വാസന്ത പഞ്ചമി നാളിൽ എന്താ പാട്ടുകൾ. ആ പാട്ട് എഴുതിയ സംവിധായകരെ ആരാണ്? മാഷ്. എനിക്ക് ഇഷ്ടം എല്ലാ പാട്ടുകാർക്കും, എല്ലാ കമ്പോസേഴ്സിനും അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ബാബുരാജ് മെലഡിയുടെ സുൽത്താനാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ഈ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഇങ്ങനെ ഊറ്റിയെടുത്ത് ലളിതമായിട്ട് ആക്കി സമ്മാനിക്കുന്ന ആൾ. രാഘവ മാഷാണെങ്കിൽ ശരിക്കുള്ള മലയാളിക്ക് പാടാനുള്ള പാട്ടുകൾ ഉണ്ടാക്കിയ ആൾ. അർജുനൻ മാഷ് മനോഹരമായിട്ടുള്ള പാട്ടുകൾ എഴുതുക. അങ്ങനെ പുകഴേന്തി എല്ലാ ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ബാബുരാജ് പുതിയ തലമുറയിൽ അത് കഴിഞ്ഞു വന്ന ആളുകൾക്ക് ഞാൻ ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഓഫ് കോഴ്സ് ജോൺസന്റെ, രവീന്ദ്രൻ, MG രാധാകൃഷ്ണനൊക്കെ ഉണ്ട് ആ ജനറേഷൻ. അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാസാഗറാണ്. അത് വിദ്യാസാഗറിൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, ശരിക്കും മലയാളിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു മറുഭാഷ കമ്പോസറാണ്. എനിക്ക് ആരോ വിരൽ നീട്ടി, പിന്നെയും വരമഞ്ഞളാടി, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും മനോഹരമായിട്ട്. മാത്രമല്ല അതിന് മോഡേൺ ഓർക്കസ്ട്രേഷൻ, അതിന് സൗണ്ടിങ് ഞാനുമായിട്ട് വലിയ അടുപ്പാണ്. അത് എന്താ വെച്ചാൽ വിദ്യാസാഗർ തമിഴ് ഭാഷാ പരീക്ഷയിൽ സ്റ്റേറ്റിൽ ഫസ്റ്റായ ആളാണ്. അപ്പോൾ ഭാഷയോട് ഭയങ്കര, തെലുങ്കനാണെങ്കിൽ പോലും തമിഴിലും എല്ലാം, മലയാളവും അത്യാവശ്യമൊക്കെ അറിയാൻ പുള്ളിക്ക്. അപ്പോൾ ഈ ഭാഷയോട് സ്നേഹമുള്ള ഒരാളാണ്. മറ്റു പലർക്കും അതില്ല. ഭാഷ ലിറിക്സേ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ലിറിക്സ് എന്തെങ്കിലുമൊക്കെ മതി. അതുകൊണ്ട് നമുക്ക് ആ പാട്ടിൻ്റെ, നമ്മുടെ ഒരു ജനറേഷൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. നമുക്ക് നല്ല പാട്ടുകൾ ഇഷ്ടംപോലെ ആസ്വദിക്കാറുണ്ടല്ലോ, അത് കേട്ടിരുന്നാൽ മതിയല്ലോ. അതുകൊണ്ട് പുതിയ കാലത്തിൻ്റെ പാട്ടിനെ നമുക്ക് ഒരിക്കലും വിമർശിക്കാൻ പറ്റില്ല. ഓരോ കാലത്തിന് അനുയോജ്യമായ സംഗീതം അവർക്ക് ലഭിക്കുന്നു, അത്രേ പറയാൻ പറ്റുള്ളൂ. രവി, ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ കൂട്ടത്തിലെ ഏതൊക്കെയാണുള്ളത്? അങ്ങനെ നോക്കാം. സ്വാധീനിച്ച പാട്ടുകളുണ്ടല്ലോ. നമ്മൾ ചില പാട്ടുകൾ നമ്മൾ എപ്പോഴും മൂളിക്കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടും. ചില നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ എവിടെയെങ്കിലും ഒരിടത്തൊരു അതിൻ്റെ ചെറിയ ഹമ്മിങ് കേട്ടാൽ പോലും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പിന്നെ അത് തന്നെ ആയിരിക്കും പാടാൻ തോന്നിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ചിലപ്പോൾ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു പാട്ട്, അതായത് കുട്ടിക്കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു കോണിച്ചോട്ടിലാണ് ഞങ്ങൾ പഠിക്കുക. അപ്പോൾ ഞാനും അനിയത്തിരുന്ന് ഇങ്ങനെ പഠിക്കും. അപ്പോൾ രാത്രി ഒരു ചലച്ചിത്രഗാന പരിപാടി ഉണ്ട് റേഡിയോയിൽ. അത് അച്ഛൻ്റെ മുറി, ഒരു 2 മുറി അപ്പുറത്താണ് അച്ഛൻ്റെ ഓഫീസ് മുറി മാതിരി. അപ്പം അത് റേഡിയോ വെച്ചിട്ടുണ്ടാവും അച്ഛൻ. അപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ അത് ശ്രദ്ധിക്കണം. പക്ഷെ പഠിക്കുന്നത് ഒച്ചത്തിലാവണം, ഇല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചെയ്തേക്കും, എന്താ അവിടെ ആരും പഠിക്കില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഉറക്കെ വായിച്ചുകൊണ്ട് ഈ പാട്ട് ഇങ്ങനെ ശ്രദ്ധിക്കും. അങ്ങനെ എനിക്ക് പെട്ടെന്ന്
അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുള്ള അതിന്നൊരു ഓർമ്മയുള്ളൊരു പാട്ട് ജയചന്ദ്രൻ്റെ പാട്ടാണ്. അന്ന് ആരാ പാടിയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഒരു ഹമ്മിങ് ഉണ്ട്, ഊ ഊ ഈ ഹമ്മിങ് കേൾക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിലൊക്കെ കിളി ശബ്ദങ്ങൾ ഒക്കെ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് പൂവും പ്രസാദവും എന്ന് പറയുന്ന ചേട്ടൻ്റെ ശബ്ദം. അതെപ്പോഴും നമ്മൾ, ഇതിപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു 4-ോ 5-ലൊക്കെ പഠിക്കുന്ന കാലത്തായിരിക്കണം. പക്ഷെ ഇപ്പോഴും ആ പാട്ട് ഞാൻ പിന്നെ ജയേട്ടൻ്റെ കൂടെ മദ്രാസിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് പാടിക്കാറുണ്ട്. അതുപോലെ വേറൊരു പാട്ടുണ്ട്, കുപ്പായ കീശമേ കുങ്കുമപ്പൊട്ടു കണ്ട് കൂട്ടുകാരിന്നെന്നെ കളിയാക്കി എന്നൊരു പാട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് ഞാനും ജയേട്ടനെ കൊണ്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ പറയും, ചേട്ടാ ആ പാട്ടൊന്ന് പാടിത്തരുന്നു. അപ്പൊ ചേട്ടൻ പാടിയിട്ട് വെച്ച് ഇതെന്താ ഈ പാട്ടിനോട് നിങ്ങൾക്ക് വലിയ ഇത് ആരും ചോദിക്കാറില്ലല്ലോ ഈ പാട്ടൊന്നും, അത്ര വലിയ പാട്ടൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കും. പക്ഷെ എൻ്റെ ഭാര്യയ്ക്കൊക്കെ ഇഷ്ടമാണ്. അത് എന്താണ് അറിയുന്നത് ചോദിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ഈ പാട്ടിനോട് ഇഷ്ടം എന്താ വെച്ചാൽ, ഞാൻ വീട്ടിലെ അച്ഛൻ കുറച്ച് കർശനക്കാരനായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കർശനം അടി കൊള്ളും. ചിലപ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞുകൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ മേശയിൽ നിന്ന് ഇതേമാതിരി ബ്ലേഡ് മോഷ്ടിച്ചതിനായിരിക്കും, പിന്നെ നിബ് പൊട്ടിച്ചതിനൊക്കെ അടി ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി വീട്ടിൻ്റെ മുകളിൽ, ആ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൻ്റെ മുകളിൽ വല്യമ്മയുടെ മുറിയുണ്ട്, നമ്മുടെ അച്ഛൻ്റെ ഏടത്തിയുണ്ട്. ഏടത്തി തന്നെ എൻ്റെ രക്ഷക, അടിയിൽ നിന്ന് രക്ഷിക്കാം. അപ്പം ഞാൻ ഓടി ചെന്നിട്ട് അവിടെ പോയി മറിഞ്ഞിരിക്കും. ഇങ്ങനെ ഒരു മേശയുണ്ട് വല്യമ്മയുടെ, മേശയുടെ സൈഡിൽ ഒളിച്ചിരിക്കുക അച്ഛനെ കാണാതിരിക്കുകയാണ്. അച്ഛൻ വടിയായിട്ട് അവിടെ വരില്ല, കാരണം വല്യമ്മേനെ കുറച്ച് പേടി. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു ദിവസം അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ മുകളിൽ GC റേഡിയോ ഉണ്ട്, വല്യമ്മയുടെ മാത്രമേ, പഴയ GC റേഡിയോ. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര കരഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഈ പാട്ടാണ് വന്നത്. ഇപ്പോഴും ആ പാട്ട് എനിക്ക് കേൾക്കുമ്പോൾ ആ പാട്ടിലേക്കായി എൻ്റെ കോൺസെൻട്രേഷൻ. കാരണം ആ കുപ്പായ കീശമേൽ കുങ്കുമം പൊട്ട് കണ്ട് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നമ്മളൊരു വിഷ്വൽ ഉണ്ട്. അപ്പൊ നസീറോ മധു ആരായിരിക്കും ഇങ്ങനെ പോകണമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നിട്ട്, അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇതാണ് ചേട്ടാ. പുള്ളിക്ക് അന്തം വിട്ടു. ഇതിങ്ങനെ ഇപ്പോഴും എന്നിട്ട് ഓർമ്മയുണ്ടോ, എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ആ കാലത്തിന്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളൊക്കെ ഏറ്റവും അധികം ജനങ്ങൾ സ്വാധീനിക്കുന്ന സിനിമ പാട്ടാണ്. കാരണം ഒരുമാതിരി ഒരു ദിവസം, അത് എത്രയോ വർഷങ്ങളായിട്ടൊരു ദിവസം 2 അപരിചിതരായ മനുഷ്യരെങ്കിലും എന്നെ വിളിക്കും, അവരുടെ ജീവിതത്തിൽ എങ്ങനെ സിനിമ പാട്ട് സ്വാധീനിച്ചു എന്നറിയാൻ വേണ്ടി. ചിലവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരവ് അങ്ങനെയായിരിക്കും. ചില ആളുകൾ മരിക്കണ സമയത്ത് ഒസ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, മരിക്കണ സമയത്ത് ഇന്ന പാട്ട് വെക്കണം. ഒരാള് ഒരു പാട്ട് ഈയിടെ PT തോമസ് പറഞ്ഞ പോലെ ചന്ദ്രകളഭം എന്ന പാട്ടായിരിക്കണം. ഞാൻ അതുമാതിരി പത്തനംതിട്ടയിൽ ഒരു വക്കീല് പറഞ്ഞിട്ട് ഒന്നിനി ശ്രുതി താഴ്ത്തി എന്നുള്ള പാട്ടായിരിക്കണം ഞാൻ എൻ്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ വെക്കുന്നത്. ഇങ്ങനെ ഈ സിനിമ പാട്ടുമായിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാർ ധാരാളം ഉണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെയൊക്കെ ഈ പാട്ടുകൾ പറ്റി എഴുത്ത് ജനം സഹിക്കുന്നത്. അല്ല, രവിക്ക് ഒരുപാട് ആരാധകരുണ്ട്. ആരാധകർ എന്നുള്ളതിനേക്കാണ് എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് പാട്ടിനോടുള്ള ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം, അല്ല, പാട്ടിനോട് ഒരു ഇഷ്ടം വരുത്താൻ രവിയുടെ എഴുത്തിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എഴുത്ത് അതൊരു ഭാഗ്യമാണെന്ന് എനിക്ക്. കാരണം ഞാൻ ഒരിക്കലും ഇപ്പോൾ ഈ ഫുട്ബോൾ വിട്ടിട്ട് പാട്ടിനെ കുറിച്ച് എഴുതണമെന്ന് വിചാരിച്ച ആളല്ല. അനുഗ്രഹം എന്ന് മാത്രം, അത് വലിയ അനുഗ്രഹം എനിക്ക്. കാരണം ജീവിതത്തിൽ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ ആളുകൾ, പാവങ്ങളായിട്ടുള്ള മനുഷ്യർ, സാധുക്കളുണ്ട്, വലിയ വലിയ ആളുകളുണ്ട്, മന്ത്രിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവരൊക്കെ ഈ എന്നുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ പാട്ടിനെ കുറിച്ചുള്ള എഴുത്ത്, അവരുടെ ജീവിതത്തിൽ ഈ പാട്ടുകൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ പറയാൻ. അല്ല, ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ കോഴിക്കോട് ആയിരുന്നപ്പോൾ രവി എന്നും പാട്ട് പാടും അല്ലേ. പാട്ടിനെ കുറിച്ചാണ് സംസാരം, മുഴുവൻ പാട്ടാണ് അല്ലേ. നമ്മൾ വൈകിട്ട് ഡെസ്കിലിരിക്കുമ്പോൾ അരുണുണ്ട്, ശശിയുണ്ട്, ഇവരൊക്കെ ആയിട്ട് പാട്ടിനെ കുറിച്ചാണ് സംസാരം. അവർക്കൊക്കെ പാട്ട് ഇഷ്ടമായിരുന്നു. അതാണ് അരുണും പാട്ട് ഭയങ്കര, ജഗ്ജീത് സിംഗിന്റെ ആളായിരുന്നു. അതെ അതെ, ഗസലിന്റെ ഒക്കെ അരുണും ശശിയും രണ്ടുപേരും. അത് ഭയങ്കര കോഴിക്കോടിന്റെ അന്തരീക്ഷം. കോഴിക്കോട് എവിടെ ചെന്നാലും ഒരു പാട്ടിന്റെ ഒരു അംശം കേൾക്കാം നമുക്ക്. ഗസലുണ്ട്, നോർത്ത് മൊത്തത്തിൽ അവിടെ ഒരു ഉത്തരേന്ത്യൻ സംഗീത സംസ്കാരം ഉണ്ട് അവിടെ. പക്ഷെ അല്ലാത്തതും ഉണ്ട്. ഇതൊക്കെ രവിയുടെ ഈ മ്യൂസിക്കിനോടുള്ള അടുപ്പത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള. തീർച്ചയായിട്ടും കോഴിക്കോട് വളർന്നുകൊണ്ടാണ് കോളേജൊക്കെ അവിടെ. അത് തന്നെയാണ് ഈ ഫുട്ബോളിന്റെയും. അതുമാണ്. പിന്നെ ഈ എഴുത്ത്, ഈ ആളുകൾ എഴുതിയ വായിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഇത്രയും ജേർണലിസ്റ്റിൽ ഞാനിപ്പം കേരള കൗമുദിയിൽ ജോയിൻ ചെയ്തു ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പോയി.
അത് കഴിഞ്ഞിട്ട് വർത്തമാനം എന്ന് പറഞ്ഞ പത്രത്തിൽ സുമാറേക്കോട് എഡിറ്ററായിരുന്ന വർത്തമാനത്തിൽ 6 മാസം വർക്ക് ചെയ്തു. വീണ്ടും MS മണി ക്ഷണിച്ചു, തിരിച്ച് കേരളവതിയിലേക്ക് തന്നെ പോയി. അവിടെ അത് കഴിഞ്ഞ് തിരിച്ച് മാതൃഭൂമി ക്ലബ് FM തുടങ്ങുമ്പോൾ അവിടേക്ക് വിളിച്ചു. അവിടെ ക്ലബ് FM ആണ് ജോയിൻ ചെയ്ത്. പക്ഷേ പിന്നെ മാതൃഭൂമി ഗ്രൂപ്പിൻ്റെ മ്യൂസിക് ഹെഡായിട്ട് റിസർച്ച് ഹെഡായി. അത് കഴിഞ്ഞ് വിരമിച്ച ശേഷം ഫോർത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥാപനത്തിൽ പോയി. ആ ഫോർത്തുനിന്ന് ഏകദേശം ഫോർത്തുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുമ്പോഴേക്കും മാതൃഭൂമിയിൽ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഇതുവരെ അങ്ങനെ ഡിസ്കണക്റ്റഡ് ആയിട്ടില്ല മാധ്യമങ്ങളുമായിട്ട്. അതൊരു ഭാഗ്യമാണ്. അതും പാട്ടിന്റെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. എത്രയോ പേര് പരിചയപ്പെടാൻ പറ്റി. തിക്കുറിശി, സുകുമാരൻ നായർ മുതൽ പ്രേം നസീർ. ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു പ്രേം നസീറിനെ കാണാമെന്ന്. അപ്പം അദ്ദേഹമായിട്ട് സംസാരിച്ചു, അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. അങ്ങനെ മധു, ഷീല, അതായത് പഴയ തലമുറയിലും പുതിയ തലമുറയിൽപ്പെട്ട പുതിയ ജനറേഷൻ എല്ലാവരുമായിട്ടും, ഈവൻ ഹരിശങ്കർ വരെ. ഹരിശങ്കറിനെ കുറിച്ച് ആദ്യം എഴുതിയവരിൽ ഒരാൾ ഞാനായിരിക്കും. ഇപ്പോൾ വലിയ സിംഗറാണ് മലയാളത്തിൽ. മ്യൂസിക് ഡയറക്ടേഴ്സ് ബോബി സുന്ദർ, ഷാൻ റഹ്മാൻ, ബിജിപാൽ, എല്ലാവരുമായിട്ട് അറിയാം. നമുക്ക് രവിയുടെ വൈഫിനെ ഒന്ന് പരിചയപ്പെടാം. ഈ രവി മേനോൻ്റെ എല്ലാ ഇത്തരം സർഗ ഭാവനകൾക്കും സർഗ സൃഷ്ടിക്കുമൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുകൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് ലത. 1990കളുടെ തുടക്കത്തിലായിരുന്നു ഞാനും രവി ഒരുമിച്ചുണ്ടായിരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കോഴിക്കോട്. അന്ന് രവിയുടെ മാരേജൊക്കെ ആ സമയത്തായിരുന്നു. അപ്പോൾ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടുവരുത്. അല്ലാതെ ഞങ്ങൾക്ക് ദോശയൊക്കെ ചുട്ടു വരും. അങ്ങനെ വളരെ അടുപ്പമായിരുന്നു. അപ്പോൾ ലത എങ്ങനെയാണ് ഈ രവിയുടെ പാട്ടിനോടുള്ള ഈ അടുപ്പത്തേക്കാണ്? അങ്ങനെ നടക്കും. പാട്ട് എനിക്കും ഇഷ്ടമാണ്. ലത പാട്ട് പഠിച്ചിട്ടുണ്ട്? ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ലാതേ ഉള്ളൂ. കേൾക്കാറുണ്ട്. ഈ പറഞ്ഞമാതിരി റേഡിയോന്റെ കൂടെ ജീവിച്ചിട്ടുള്ള ആൾക്കാരുടെയായിരുന്നു നമ്മള്. പാലക്കാടാണല്ലോ വീട്? പാലക്കാടാണ്. പള്ളിപ്പുറം. ഞാൻ വന്നിട്ടുണ്ടല്ലോ. അതെ അതെ, ശരി ശരി. നമ്മൾ ഒരുമിച്ചല്ലേ പോകും? പണ്ട് നമുക്ക് എന്താ റേഡിയോന്റെ കൂടെ അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടിയിട്ടുള്ള ആൾക്കാരുടെയാണ്. ഞാന് പാട്ടുകാരനെ തന്നെ കൂട്ടുകാരനായി കിട്ടി അല്ലേ? അതെ അതെ. ഈയിടെ എന്നെ വിളിച്ച ഒരാള്, ഒരു സ്ത്രീ പറഞ്ഞേ എൻ്റെ അടുത്ത്, പാട്ടിനെ കുറിച്ച് എഴുതുന്ന വായിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെ ആദ്യ രാത്രി അവരുടെ ആഗ്രഹം എന്താ വെച്ചാൽ ഫസ്റ്റ് നൈറ്റിൽ യേശുദാസിൻ്റെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം പശ്ചാത്തലത്തിൽ. ഭയങ്കര യേശുദാസ് ഫാനാണ്. അപ്പോൾ ഭർത്താവും സാധാരണഗതിയിൽ ആർക്കും യേശുദാസിൻ്റെ ദേഷ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. കുറച്ചു കാലം മുന്നത്തെ കഥ. പാട്ടൊക്കെ ഇഷ്ടമുള്ള ആളായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ ഇങ്ങനെ സോഫ്റ്റായിട്ട് പാട്ടൊക്കെ ഇങ്ങനെ വെച്ചിരുന്നത്ര. ഭർത്താവ് വന്ന് കുറച്ച് നേരമൊക്കെ കേട്ടു. എന്നിട്ട് ഒരൊറ്റ ഓഫാക്കി. അത് വേണ്ട, എനിക്കിഷ്ടമല്ല. യേശുദാസായാലും ശരി, ആരായാലും ശരി, എനിക്ക് പാട്ട് ഇഷ്ടമില്ല. ഇവർ ഞെട്ടിപ്പോയിന്ന്. കാരണം ഇനിയുള്ള വർഷങ്ങൾ ഇദ്ദേഹത്തിനോട് ജീവിക്കുന്നു. എന്നിട്ട് അവസാനം എന്നെ വിളിച്ചു പറഞ്ഞു വെച്ചാൽ വർഷങ്ങൾ കുറേ കാലം വന്ന് പിന്നെ ഡിവോഴ്സായിപ്പോയി. ഡിവോഴ്സായ ശേഷം പക്ഷേ ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറഞ്ഞ മാതിരി 2 മക്കളും പാട്ട് ഭ്രാന്തന്മാര്. മക്കളെല്ലാം ഒരു യുവജനോത്സവത്തിലൊക്കെ പാട്ടിലൊക്കെ ഇയാൾക്ക് ഇഷ്ടമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, അവസാനം ഡിവോഴ്സായി പോയത്. അപ്പൊ ഞാൻ പറയാം, ലതയ്ക്ക് പാട്ട് ഇല്ലായിരുന്നെങ്കിൽ അല്ല, തമാശ എന്താ വെച്ചാൽ ഫേസ്ബുക്കിൽ എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും ലതേനെ ടാഗ് ചെയ്യും. ആളുകളെ വിചാരം എന്താ വെച്ചാല് ലതേനോടുള്ള സ്നേഹം കൊണ്ടാണ്. ലത പറയണെന്ന് അറിയാം, കുറച്ചും കൂടി ആള് വായിച്ചോട്ടെ എന്ന് വെച്ചിട്ട് മക്കളാരെങ്കിലും പാട്ട് പാടും? മക്കളില്ല. മായ അവളെന്താ പറയുക, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാതിരി. അവൾ നല്ല പാടാൻ അറിയുന്ന ആളാണ്. പക്ഷെ അതിലങ്ങ് ഇൻവോൾവ് ആവില്ല. പക്ഷെ വരയ്ക്കും നന്നായി. ക്ലാസിക്കലായിട്ട് കുറച്ചു കാലം പഠിച്ചു. പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിട്ടേ ഇല്ല. നമുക്ക് ബാത്റൂം സിംഗിങ് അല്ലേ ഉള്ളൂ. പക്ഷെ അതിൽ അത് സഹിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അത് ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ അതൊക്കെ ആദ്യം ഞാൻ വായിക്കാൻ കൊടുക്കും. പിന്നെ സ്ഥിരം എഴുത്തായതുകൊണ്ട് പിന്നെ വായിക്കാൻ ബോറടിപ്പിക്കേണ്ട ഞാൻ കൊടുക്കും. പണ്ടൊക്കെ ഇടയ്ക്ക് പ്രൂഫ് റീഡിംഗ് ആണ്. അതെ 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 അതെ. ഇപ്പൊ കമ്പ്യൂട്ടറിലായില്ലേ, സിസ്റ്റത്തിലായി. പിന്നെ അതിനുള്ള അതെ അതെ.
പക്ഷെ എന്നാലും എൻ്റെ സുഹൃത്ത് ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന വരുന്ന ആൾക്കാരാണ് ലതയുടെയും ഫ്രണ്ട്സ്. എത്രയോ സ്ട്രേഞ്ചേഴ്സിനെ പരിചയമില്ലേ, ഇതൊക്കെയോ ആൾക്കാർ ഇവിടുന്നൊക്കെയോ വന്നിട്ട്. നളതയിലായിരുന്ന സമയത്താണല്ലോ ഞങ്ങള് നമ്മുടെ മുല്ലശ്ശേരി സ്ഥിരമായിട്ട് രാവിലെ ചെല്ലുകയും അങ്ങനെ ഇരുന്നപ്പോഴാണ് ദേവാസുരം സിനിമ ഇറങ്ങുന്നത് അല്ലേ? അതെ. അപ്പൊ രവിയാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ രാജ്മാമയാണ് ഇതിനകത്തെ പ്രോട്ടോടൈപ്പ്, നമുക്ക് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു വനിതയിൽ നമുക്ക് അത് അന്ന് വരെ ആരും അറിയില്ലായിരുന്നു, മലയാളികൾക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ട്, ഇതിലൊരു യഥാർത്ഥ ക്യാരക്ടർ ഉണ്ട്, പ്രോട്ടോടൈപ്പ് ഉണ്ടെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഞാനന്ന് രാജ്മോഹനെ പറഞ്ഞു, രാജ്മോഹൻ എടാ അതൊക്കെ വേണോ? ഞാൻ പറഞ്ഞു കിടക്കട്ടെ രാജ്മോഹൻ. അങ്ങനെ വനിതയിൽ ആദ്യമായിട്ട് വരുന്നത് ദേവാസുരനെ ഭരിച്ച ഗാന്ധാരി. അതാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു തൂലികാനാമത്തിലാണ് ഇന്ത്യൻ എക്സ്പ്രസിൽ വർക്ക് ചെയ്യുക. അപ്പം മലയാളത്തിൽ വേറെ ആർക്കെങ്കിലും എഴുതുന്നത് ശരിയല്ലല്ലോ, പക്ഷെ ഇത് എഴുതണമെന്നൊരു ആഗ്രഹം മലയാളത്തിൽ. അങ്ങനെ ഞാൻ അജയ് എന്നുള്ളൊരു ഒരു പെന്നയുമാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ സമയത്ത്. അതിനുശേഷം എത്രയോ എനിക്ക് തോന്നുന്നു 32-33 വർഷത്തോളായില്ലേ. അതിനുശേഷം നിരവധി എത്രയോ വീഡിയോയിൽ അവരുടെ ഇന്റർവ്യൂ ഉണ്ട്. മുല്ലശ്ശേരി രാജമാടിയും വൈഫ് ലക്ഷ്മി ദേവിമായുടെ ഇന്റർവ്യൂസ് ധാരാളം വന്നു, ലെജൻസ് ആയി മാറി അവര്. ശരിക്കും അതിന് തുടക്കം രാധാകൃഷ്ണനാണ്. അപ്പൊ രവി വിലയേറിയ സമയം താങ്ക് യു ഞങ്ങളോടൊപ്പം ചെലവിട്ടതിന്. നമ്മളന്ന് നളന്തയില് താമസിക്കുന്ന കാലത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടില്ല. നമ്മള് രണ്ടുപേരും കൂടി ആളുകൾ. അതെ. മൊസൈക്ക് ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പാട്ടെഴുത്തിൻ്റെ ഉസ്താദ്, പാട്ടെഴുത്ത് മാത്രമല്ല കായിക രംഗത്തെ പ്രത്യേകിച്ച് ഫുട്ബോളിൻ്റെ ഒരു ആരാധകനും ഫുട്ബോളിൻ്റെ എഴുത്തുകാരനുമായിരുന്ന ശ്രീ രവി മേനോന് എല്ലാ നന്മകളും ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. Mosaic India, a mirror to memorable musings.